ഞാൻ ചില ദിവസങ്ങൾക്ക് മുമ്പ് രാത്രിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് ഇടിവെട്ടുന്ന നാദത്തിൽ ഒരൊറ്റ വേർഡ് പറഞ്ഞോ, അൺലോക്ക് എന്ന്. ആ ഒരു ഭാഗത്തിൽ നിന്നാണ് ഞാൻ ഈ വചനത്തിലേക്ക് കയറി വന്നത്. ആമേൻ. പരിശുദ്ധാത്മാവ് ഈ 2026 പ്രാരംഭ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് ചിലതിനെ അൺലോക്ക് ചെയ്യാൻ പോകുന്നു, ചിലതിനെ ഓപ്പൺ ചെയ്യാൻ പോകുന്നു. അവിടെ പറയുകയാണ്, ആമേൻ, ഭൂമി തുറന്നു വരട്ടെ, ഭൂമി തുറന്നു വരട്ടെ, ഭൂമിയെ നീ തുറന്നു വാ, ഭൂമിയെ നീ തുറന്നു വാ. ആമേൻ. ESV-യിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ഭൂമിയെ തുറന്നു വാ, രക്ഷയും നീതിയും ഫലം കായ്ക്കേണ്ടതിന് ഭൂമിയെ ഒന്ന് തുറന്നു വാ. ആമേൻ. അത് തന്നെയാണ് മലയാളത്തിലും പറയുന്നത്. രക്ഷ വിളയേണ്ടതിനോ നീതി മുളയ്ക്കേണ്ടതിനോ ഭൂമി ഒന്ന് തുറന്നു വരട്ടെ. ഇന്ന് പകൽക്കാല ചിലത് വിളയുവാനോ ചിലത് മുളയ്ക്കുവാനും തക്കവണ്ണോ നിനക്ക് മുൻപായി ചിലത് തുറക്ക. ആമേൻ. ചിലത് വിളയുവാനോ ചിലത് മുളയ്ക്കുവാനും തക്കവണ്ണോ ഇതിന്റെ മുൻപാകെ ചിലത് തുറന്നു വരോ. ഭൂമി തുറന്നു വരട്ടെ. അത് നീതിയെ മുളപ്പിക്കട്ടെ, അത് രക്ഷയെ വിളയിക്കട്ടെ. ആമേൻ. അങ്ങനെയെങ്കിൽ നിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ രക്ഷയെ കാണും, ദൈവത്തിന്റെ നീതിയെ കാണോ. നിന്റെ മുൻപാകെ ഭൂമി തുറന്നു വരോ. ഇന്ന് പകലധരം തുറന്ന് പറഞ്ഞ് ഭൂമിയെ തുറന്നു വാ. ഇന്നത്തെ ശുശ്രൂഷ പ്രൊഫറ്റിക്കലാണ്. ആകയാൽ ചില ഭാഗങ്ങൾ ആവർത്തിക്കുന്നത് പോലെ നിങ്ങൾക്കുണ്ടായിരിക്കാം. ഇന്ന് പകൽ ഈ വചന പ്രസംഗമല്ല, വചനം ഒരു ശുശ്രൂഷയിലേക്ക് കയറുകയാണ്, ഭൂമിയെ തുറപ്പിക്കുകയാണ്. ഇന്ന് പകൽക്കാല ഭൂമിയെ തുറപ്പിക്കുകയാണ്. പരിശുദ്ധാത്മാവിന്റെ നിറവിനകത്ത് ഈ വചന ശുശ്രൂഷയെ അങ്ങനെ നിങ്ങൾ വചന ശുശ്രൂഷയുമായി അലൈൻ ചെയ്തു പോയിക്കൊണ്ടേയിരിക്കണം. ഇത് കേൾക്കുവാനുള്ളൊരു പ്രസംഗമല്ല. ഈ ശുശ്രൂഷയിൽ നിങ്ങൾ പങ്കാളിയായി നിൽക്കുന്നുവെങ്കിൽ ഇന്ന് പകൽ നിങ്ങൾക്ക് ചിലത് തുറക്കുവാൻ കഴിയോ, നിങ്ങൾക്ക് ചിലത് തുറക്കുവാൻ കഴിയോ. ഭൂമിയെ തുറന്നു വാ, ഭൂമിയെ തുറന്നു വാ. ഇന്ന് പകൽക്കാല ഭൂമിയെ തുറക്കുകയാണ്. ഒരു ടെറിട്ടറി അല്ല തുറക്കുന്നത്, ദ ഹോൾ എർത്ത് എന്ന് പറഞ്ഞാൽ ഭൂമിയെ തുറക്കുന്ന ഒരു അധികാരം, ഭൂമിയെ തുറക്കുന്ന ഒരു അധികാരം. അത് ഭൂമിയുടെ ഏത് കോണായിരുന്നാലും, അത് ഭൂമിയുടെ ഏത് അധികാരമായിരുന്നാലും, ആ ഭൂമിയെ വെച്ച് വാഴുന്നത് ഏത് തദ്ദേശീയ ടെറിട്ടോറിയൽ സ്പിരിറ്റുകളായിരുന്നാലും, ഇന്ന് പകൽ നീ ആരാധിച്ച് കയറുമ്പോൾ നീ ഭൂമിയെ തുറക്കുകയാണ്, ഭൂമിയെ തുറക്കുകയാണ്. ഭൂമിയുടെ ഓടാമ്പലുകളെ തല്ലി തകർത്തുകൊണ്ട്, ഭൂമിയുടെ കതകുകളെ തുറന്നുകൊണ്ട് ഇന്ന് പകൽക്കാല നീ ചില രക്ഷകളുടെ വിളവുകളെയോ നീതിയുടെ മുളപ്പിക്കലുകളെയും കാണപ്പെടുവാൻ പോവുകയാണ്. രക്ഷ വിളയും, നീതി മുളയ്ക്കും, ഭൂമിയുടെ വാതിൽ തുറക്കും. ഭൂമിയുടെ വാതിൽ തുറന്നാൽ രക്ഷ വിളയുന്നത് കാണുവാൻ കഴിയുക. വിളയുക എന്ന് പറഞ്ഞാൽ അമേൻ, നട്ട് നനച്ചു വരുന്ന ഒരു സാധനം. അമേൻ. പക്ഷേ അതെന്ത് ചെയ്യുന്നില്ല, നാളുകളായി കാത്തിരുന്നിട്ടോ വിളയുന്നില്ല. ഇന്ന് പകൽ ഞാൻ പറയുന്നു, നീ വളരെ നാളുകളായി നട്ട് നനച്ച് കാത്തിരിക്കുക. നീ വളമിടുന്നുണ്ട്, വെള്ളം ഒഴിക്കുന്നുണ്ട്, നീ വളരെ നാളുകളായി പ്രാർത്ഥിക്കുന്നുണ്ട്, കരയുന്നുണ്ട്, പക്ഷേ അത് വിളയുന്നില്ല, അതിൻ്റെ റിസൾട്ട് വരുന്നില്ല, അതിൻ്റെ ഒരു ഈൽഡിങ് നിനക്ക് കാണാൻ കഴിയുന്നില്ല. പക്ഷേ അതിൻ്റെ മർമ്മം ഇതാണ്, ഭൂമിയുടെ കതകുകൾ അടഞ്ഞു കിടക്കുകയാണ്. എന്നാൽ അഭിഷക്തനിൽ കൂടെ ദൈവം കൽപ്പിക്കുകയാണ്, ആമേൻ, നീ നട്ടതും നനച്ചതും വിളയാൻ തക്കവണ്ണം അടഞ്ഞു നിൽക്കുന്ന വാതിലുകൾ തുറന്നു വരട്ടെ. ഇന്ന് പകൽ നീ നട്ടതും നനച്ചതോ നീ നട്ടതും നനച്ചതും വെറുതെ അല്ല, നീ നട്ടതും നനച്ചതും വെറുതെ അല്ല, അത് വിളയുന്നത് നീ കാണോ. അതിന് തക്കവണ്ണം ഭൂമി തുറന്നുവാ, ഭൂമി തുറന്നുവാ, ഭൂമി തുറന്നുവാ. ചിലരുടെ മുൻപാകെ, ചിലരുടെ മുൻപാകെ സ്വർഗം തുറക്കുന്നത്, ചിലരുടെ മുൻപാകെ സ്വർഗം തുറക്കുന്നത്. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിന് സ്തോത്രം. നിന്റെ മുൻപാകെ ചിലത് പ്രമോഷിയ പ്രവർത്താനിയ ലാഥാനിയ ലഹതാരിയ റമാന ഹരഗടഗദര പ്രമാര പ്രമശ്യ പ്രവർത്താനിയ ലഹോനിയ ലഹർത്താനിയ റബ പ്രവർത്താനിയ. യോനായുടെ പുസ്തകം 2-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ
യോനായുടെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യത്തിൽ സമുദ്രത്തിൽ നിന്ന് നദിയിലേക്ക് എറിയപ്പെട്ട യോന അവിടെ കിടന്ന് പറയുന്ന ഒരു വാക്കുണ്ട്. എന്താണെന്നറിയാമോ? ഭൂമി തൻ്റെ ഓടാമ്പലുകളാൽ എന്നെ സദാകാലത്തേക്ക് അടച്ചിരുന്നു, എന്നാൽ നീയോ യഹോവേ എൻ്റെ പ്രാണനെ കുഴിയിൽ നിന്ന് കയറ്റിയിരിക്കുന്നു. ഇന്ന് പകൽക്കാല ഭൂമിയുടെ ഓടാമ്പലുകളെ ദൈവം അഴിക്കുമ്പോൾ, ദൈവം കതകുകളെ തുറക്കുമ്പോൾ നീ കുഴിയിൽ നിന്ന് പുറത്തു വരോ. രക്ഷ വിളയോ, നീ കുഴിയിൽ നിന്ന് പുറത്തു വരോ. ഓടാമ്പലുകൾ തകർക്കപ്പെടോ. ആമേൻ. ഭൂമി തൻ്റെ ഓടാമ്പലുകളാൽ സദാകാലത്തേക്കും എന്നെ അടച്ചിരുന്നു. ഇന്ന് പകൽക്കാലം ഭൂമിയെ ദൈവം തുറക്കുകയാണ്. സദാകാലത്തേക്കും എന്ന് പറഞ്ഞിരുന്നതായ ചില ഇറ്റേണൽ ബോണ്ടേജസ്, ആമേൻ, ചില നിലനിൽക്കുന്നതായിട്ടുള്ള നിന്റെ ആയുഷ്കാലത്ത് നീ രക്ഷപ്പെടത്തില്ലെന്ന്, നിന്റെ തലമുറയായി ഇതേ അവസ്ഥയിൽ നിൽക്കുമെന്ന് ശത്രു പറഞ്ഞ് ഓടാമ്പല് കൊണ്ട് കെട്ടിയ വിഷയങ്ങൾക്കകത്ത്, ആമേൻ, ഭൂമി തന്റെ ഓടാമ്പലുകളാൽ നിന്നെ സദാകാലത്തേക്ക് അടച്ചുവെന്ന് പറഞ്ഞ വിഷയത്തിൽ സ്വർഗം ഇന്ന് പകൽ വിളിച്ചു പറയുന്നു, ഭൂമിയെ തുറന്നുവാ, രക്ഷ വിളയട്ടെ, നീതി മുളപ്പിക്കപ്പെടട്ടെ. സ്തോത്രം. അപ്പൊ ഒന്ന്, ദൈവം ഭൂമിയെ തുറക്കുകയാണ്. ഞാൻ ആ തുറവിയുടെ 5 ഭാഗങ്ങളിലേക്ക് നിങ്ങളെ കൊണ്ടുപോവുകയാണ്. സ്തോത്ര. ഉൽപ്പത്തി പുസ്തകം 29-ാം അധ്യായം, ഉൽപ്പത്തി പുസ്തകം 29-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെ 31-ാം വാക്യത്തിൽ ദൈവം കണ്ട ഒരു കാഴ്ച അവിടെ നമുക്ക് കാണുവാൻ കഴിയുക. എന്താണ് ദൈവം കണ്ട കാഴ്ച എന്നറിയാമോ? ലേയ അനിഷ്ട എന്ന് യഹോവ കണ്ടു. ഇന്ന് പകൽക്കാല ആമേൻ, ദൃശ്യമായിരിക്കുന്ന ഒരു നിന്ന, ദൃശ്യമായിരിക്കുന്ന ഒരു നിന്ന, ആമേൻ, ലേയ അനിഷ്ട എന്ന് യഹോവ കണ്ടു. ലേയ അനിഷ്ട എന്ന് യഹോവ കണ്ടു. പലയിടങ്ങളിലും ലേയ മാറ്റി നിർത്തപ്പെടുന്നത് യഹോവ കണ്ടു. പലയിടങ്ങളിലും ലേയ ഒഴിവാക്കപ്പെടുന്നത് യഹോവ കണ്ടു. പലയിടങ്ങളിലും ലേയ വെറുക്കപ്പെടുന്നത് യഹോവ കണ്ടു. പലയിടങ്ങളിലോ ലേയ അവഗണിക്കപ്പെടുന്നത് യഹോവ കണ്ടു. ലേയ അനിഷ്ട എന്ന് യഹോവ കണ്ടു. ഇന്ന് പകൽക്കാല ഇത് ചില ചില ലേയമാർക്കുള്ള ദൂതാണ്. ആമേൻ. അത് പുരുഷ സ്ത്രീ വ്യത്യാസമന്യേ അനിഷ്ടതയുടെ വെറുപ്പിന്റെ കയ്പുകാടി കുടിച്ച്, ഒഴിവാക്കപ്പെടലിന്റെ കയ്പുകാടി കുടിച്ച്, മാറ്റി നിർത്തപ്പെടലിന്റെ കഠിന വേദന അനുഭവിച്ച് നിൽക്കുന്ന ചിലരോട് സ്വർഗം പറയുകയാണ്, നീ അനിഷ്ട എന്ന് ദൈവം കണ്ടോ. മറ്റുള്ളവർ നിന്നോട് കാണിക്കുന്ന ചില അനിഷ്ടങ്ങൾ, മറ്റുള്ളവർ നിന്നോട് കാണിക്കുന്ന ചില വെറുപ്പുകൾ, മറ്റുള്ളവർ നിന്നോട് കാണിക്കുന്നതായ അസഹനീയമായ ചില മുഖപക്ഷങ്ങൾ സ്വർഗം അത് കണ്ടിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ മുഖപക്ഷത്തിന്റെ നടുവിൽ ദൈവം നിനക്ക് വേണ്ടി ഒന്ന് തുറക്കുകയാണ്. യാക്കോബ് മുഖപക്ഷം കാണിക്കുമ്പോൾ, ലാബാൻ മുഖപക്ഷം കാണിക്കുമ്പോൾ, സ്വർഗം അവൾക്ക് വേണ്ടി ഒരു വാതിൽ തുറക്കുകയാണ്. ഇന്ന് പകൽ വിശ്വസിക്ക്, നിന്റെ മാനുഷിക മുഖപക്ഷത്തിന്റെ നടുവിൽ ദൈവം ഒരു വാതിൽ തുറക്കുന്നു. ദൃശ്യമായ നിന്ന, ദൃശ്യമായ അനിഷ്ട, ദൃശ്യമായ മുഖപക്ഷ, അതിന്റെ നടുവിൽ ദൈവം ഇറങ്ങി വന്നോ ലേയ്ക്ക് വേണ്ടി ഗർഭത്തെ തുറക്കുകയാണ്. ഇന്ന് പകൽക്കാല അമേ എവിടെ അമേ ലേ മാറ്റി നിർത്തി, ലേ ഒഴിവാക്കി നിർത്തി. പക്ഷേ യാക്കോബ് ചൊല്ലിട്ടോ, യാക്കോബേ, നിനക്ക് തലമുറ ജനിക്കണമെങ്കിൽ, നിന്റെ മേൽ കിടക്കുന്ന വാഗ്ദത്തം നിറവേറണമെങ്കിൽ, നീ സക്സസ് ആകണമെങ്കിൽ, നീ ഒഴിവാക്കി നിർത്തിയ ലേയുമായി കണക്ട് ആകാതെ നിനക്ക് മുൻപോട്ടൊരു വഴി ഉണ്ടാകത്തില്ല. ഇന്ന് പകൽക്കാല നിന്നെ തള്ളി മാറ്റി, നിന്നെ ഒതുക്കി മാറ്റി, നിന്നെ ഇല്ലാതാക്കി ചിലതൊക്കെ കാട്ടിക്കൂട്ടാമെന്ന് ചിലർ ചിന്തിക്കുമ്പോൾ സ്വർഗം അവന്റെ വഴി അടച്ച് നിന്റെ അകത്തുകൂടെ, നിന്നിൽ കൂടെ മാത്രമേ അവൻ ബൈപ്പാസ് ചെയ്യാൻ പറ്റത്തുള്ളെന്ന് ഇന്ന് പകൽ ഞാനൊരു ദൂത് കൈമാറുന്നു.
നിന്നെ കൂടാതെ അവൻ ഇനി അടുത്ത സ്റ്റെപ്പ് വെക്കത്തില്ല. നിന്നെ കൂടാതെ അവൻ ഇനി അടുത്ത സ്റ്റെപ്പ് വെക്കത്തില്ല. നിന്നെ കൂടാതെ അവൻ ഇനി അടുത്ത സ്റ്റെപ്പ് വെക്കത്തില്ല. യാക്കോബേ, നിനക്കിനി ഒരു സ്റ്റെപ്പ് വെക്കണമെങ്കിൽ ലേയുടെ അടുക്കൽ ചെന്നാലേ കഴിയത്തുള്ളൂ. നീ ലേയുടെ അടുക്കൽ അനിഷ്ടം കാണിച്ചു കൊണ്ട് നിന്നാൽ നിന്റെ വാഗ്ദത്തം നിറവേറത്തില്ല. നീ ലേയുടെ അടുക്കൽ കാഠിന്യം കാണിച്ചുകൊണ്ട് നിന്നാൽ നിന്റെ വാഗ്ദത്തം നിറവേറത്തില്ല. ഇന്ന് പകൽ സ്വർഗം അത് നിനക്ക് വേണ്ടി അപ്രൂവ് ചെയ്യുകയാണ്. നിന്നെ കൂടാതെ അത് സംഭവിക്കുകയില്ല. അപ്പോസ്തലൻ പറയുകയാണ്, പിതാക്കന്മാർ ദൂരത്ത് നിന്ന് കണ്ടു, അഭിവന്ദിച്ചോ. പക്ഷെ അടുത്ത പോയിന്റ് ഇങ്ങനെയാണ് പറയുന്നത്, അവർ നമ്മെ കൂടാതെ വാഗ്ദത്ത നിവർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന്. അപ്പോസ്തലൻ പറയുകയാണ്, നിന്നെ കൂടാതെ അവൻ വാഗ്ദത്ത നിവർത്തി പ്രാപിക്കത്തില്ല. ദൂരത്ത് നിന്ന് കാണും, അഭിവന്ദിക്കുക, പക്ഷെ ഒരിക്കലും അവൻ അതിനെ തൊടാൻ കഴിയത്തില്ല. അൺലെസ് അണ്ടിൽ ബീയിങ് കണക്റ്റഡ് വിത്ത് യു. ഇന്ന് പകൽ വിശ്വാസത്തോടെ പറഞ്ഞാട്ടെ, എന്റെ അടുക്കൽ വരാതെ, ഞാനുമായി കണക്ട് ആകാതെ അവൻ രക്ഷപ്പെടത്തില്ലെന്ന് നിന്റെ വിഷയത്തിനകത്ത് നീ കരമടിച്ച് ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്ത് ഡിക്ലെയർ ചെയ്താട്ടെ. ആമേൻ. നിന്നിൽ കൂടെ മാത്രമേ അവന് പോകാൻ സാധ്യമാകത്തുള്ളൂ. യാക്കോബേ, നീ ലേയോട് മുഖപക്ഷം കാണിക്കുമ്പോൾ ദൈവം ലേയ്ക്ക് വേണ്ടി ഒരു ഓപ്പണിങ് ചെയ്യുകയാണ്. സ്തോത്രം. ലേയ അനിഷ്ടയെന്ന് കണ്ടു. അനിഷ്ടപ്പെട്ടവന് വേണ്ടി ദൈവം ഒരു വാതിൽ തുറന്നു. ഇന്ന് പകൽ അത് ചിലരോട് മാത്രമുള്ള ദൂതാണ്. ഞാൻ അടുത്ത ഭാഗത്തിലേക്ക് കയറുകയാണ്. സംഖ്യാപുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 28-ാം വാക്യം. സംഖ്യാപുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 28-ാം വാക്യം. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അപ്പോൾ യഹോവ കഴുതയുടെ വായ തുറന്നു. 28-ാം വാക്യം. അപ്പോൾ യഹോവ കഴുതയുടെ വായി തുറന്നു. കഴുതയുടെ വായി തുറന്നു. സംഖ്യ 22:28. യഹോവ കഴുതയുടെ വായി തുറന്നു. ആമേൻ. എന്താണ് കഴുതയുടെ വായി തുറക്കാൻ കാര്യമെന്നറിയാമോ? ആമേൻ. ഇത് ബിലയാമുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ബിലയാം എന്ന ജാതീയ പ്രവാചകൻ ഇസ്രായേലിനെ ശപിപ്പാൻ തക്കവണ്ണം യാത്ര പുറപ്പെട്ടു വരികയാണ്. ആമേൻ. ഇസ്രായേലിനെ ശപിപ്പാൻ തക്കവണ്ണം പുറപ്പെട്ടു വരുന്ന ബിലയാമിന്റെ അടുക്കൽ ആമേൻ പോകരുത് എന്ന് പറയാൻ ഒരുത്തനുമില്ല. ആമേൻ. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പറയാം, ഇസ്രായേലിന് വേണ്ടി വായി തുറക്കാൻ ഒരുത്തനുമില്ല. ഇസ്രായേലിന് വേണ്ടി വായി തുറക്കാൻ ഒരുത്തനുമില്ല. അപ്പോൾ ദൈവം ഇറങ്ങി വന്നിട്ടൊരു കാര്യം ചെയ്തോ, ഇസ്രായേലിന് വേണ്ടി വായി തുറക്കാൻ ഒരു മനുഷ്യനുമില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യോ, ഒരു കഴുതയുടെ വായി തുറപ്പിക്കാം. ഇന്ന് പകൽക്കാല നിനക്ക് വേണ്ടി സംസാരിക്കാൻ ദൈവം ചിലരുടെ വായി തുറപ്പിക്കും. നിനക്ക് വേണ്ടി സംസാരിക്കുവാൻ ദൈവം ചിലരുടെ വായി തുറപ്പിക്കാം. എൻ്റെ സഹോദരങ്ങളെ, ആ ഭാഗത്തിൻ്റെ അന്തസത്ത മനസ്സിലാകണമെങ്കിൽ 28-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, യഹോവ കഴുതയുടെ വായി തുറന്നു. അതിൻ്റെ 31-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അപ്പോൾ ബിലയാമിൻ്റെ കണ്ണു തുറന്നു. അപ്പോൾ ബിലയാമിൻ്റെ കണ്ണു തുറന്നു. അപ്പോൾ ബിലയാമിൻ്റെ കണ്ണു തുറക്കണമെങ്കിൽ ആദ്യം എവിടെ തുറക്കണമായിരുന്നോ? കഴുതയുടെ വായി തുറക്കണമായിരുന്നോ? ഇന്ന് പകൽക്കാല ചിലരുടെ കണ്ണു തുറക്കാൻ തക്കവണ്ണ, ഇവിടെ ശ്രദ്ധിച്ച്, ചിലരുടെ കണ്ണു തുറക്കാൻ തക്കവണ്ണ ദൈവത്തിന് മറ്റു ചിലത് തുറക്കേണ്ടി വരും. അത് സ്വർഗം ഇന്ന് പകൽ നിനക്ക് വേണ്ടി തുറക്കുകയാണ്. ബിലയാമിന്റെ കണ്ണു തുറക്കാൻ ദൂതൻ ഇറങ്ങിയിട്ടും കഴിയുന്നില്ല, പ്രവാചകൻ ഇറങ്ങിയിട്ടും കഴിയുന്നില്ല, വാഗ്ദത്തം വെളിപ്പെട്ടിട്ടും കഴിയുന്നില്ല, അവനൊന്നും കഴിയുന്നില്ല. പക്ഷെ ബിലയാമിന്റെ കണ്ണു തുറക്കാൻ തക്കവണ്ണ ദൈവം ഒരു കഴുതയുടെ വായി തുറപ്പിക്കുകയാണ്. ഇന്ന് പകൽക്കാല നിന്റെ വിഷയം കാണേണ്ടിയ ചിലർ കാണുന്നില്ല, നിന്റെ വിഷയം ഇടപെടേണ്ടിയ ചിലർ ഇടപെടുന്നില്ല. പക്ഷെ അവന്റെ കണ്ണു തുറക്കണമെങ്കിൽ അവന്റെ കണ്ണു തുറപ്പിക്കാൻ വേറെ എവിടെ തുറക്കണമെന്ന് ദൈവത്തിനറിയാം. ബിലയാമിന്റെ കണ്ണു തുറക്കണമെങ്കിൽ കഴുതയുടെ വായി തുറക്കണമെന്ന് ദൈവത്തിനറിയാം. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ബിലയാമിന്റെ കണ്ണു തുറക്കത്തക്കവണ്ണ ദൈവം ചില കഴുതവായികളെ ഇന്ന് പകൽ തുറക്കുന്നതാണ്. ഒരിക്കലും തുറക്കാൻ സാധ്യതയില്ലാത്ത, പ്രപഞ്ചത്തിൽ ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത ചില തുറവികളെ ദൈവം കഴുത വായി തുറക്കും, ബിലയാം കണ്ണു തുറക്കും. കഴുത വായി തുറക്കും,
ബിലയാം കണ്ണു തുറക്കും. കഴുത വായി തുറക്കും, ബിലയാം കണ്ണു തുറക്കും. വായി തുറന്ന് എന്നോട് ചേർന്ന് പറഞ്ഞേ, കഴുത വായി തുറക്കും, ബിലയാം കണ്ണു തുറക്കും. നിന്റെ മുൻപാകെ ചില ബിലയാമുകൾ കണ്ണു തുറക്കും. ബിലയാം കണ്ണു തുറന്നോ, അവൻ കണ്ടു ഊരിയ വാളുമായി നിൽക്കുന്ന യഹോവയുടെ ദൂതനെ. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, നിനക്ക് വേണ്ടി ഒരു ദൂതനുണ്ടെന്നോ, നിനക്ക് വേണ്ടി സ്വർഗത്തിൽ ഒരു സൈന്യമുണ്ടെന്നോ, നീ ദൈവത്തിന്റെ സന്നിധിയിൽ വിലയേറിയവനാണെന്നോ, നീ ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവനാണെന്നോ, നീ ദൈവത്തിന്റെ പ്രിയനാണെന്നോ, നീ തനിച്ചു പാർക്കുന്ന വേർപെട്ട ജനമാണെന്നോ, ആഭിചാരം പറ്റാത്ത ലക്ഷണവിദ്യ ഏൽക്കാത്ത ഒരുത്തനാണ് നീ എന്നോ ബിലയാം കാണത്തക്കവണ്ണം അവന്റെ കണ്ണു തുറക്കേണ്ടതിന് ദൈവം ആദ്യം കഴുതയുടെ വായ് തുറക്കുകയാണ്. ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയുന്നു, നിന്റെ സ്പിരിച്വൽ റെപ്യൂട്ടേഷൻ, നിന്റെ സ്പിരിച്വൽ ഡെസിഗ്നേഷൻ, നിന്റെ ആത്മീയ അധികാരം, നിന്റെ ആത്മീയ വാല്യൂ, നിന്റെ സ്പിരിച്വൽ വാല്യൂ ദൈവം വെളിപ്പെടുത്തോ. അതിന് തക്കവണ്ണം ദൈവം ചിലത് തുറക്കാൻ പോവുകയാണ്. എത്ര പേർ വിശ്വസിക്കുന്നു? നീ കഴിഞ്ഞ നാളുകളിൽ പ്രാർത്ഥിച്ചതിന് അമ്മേ കർത്താവേ, എന്റെ പ്രാർത്ഥനയൊക്കെ എവിടെ കാണാനാ? എന്റെ കണ്ണുനീരൊക്കെ എവിടെ കാണാനാ? അമ്മേ, ഇറ്റ് ഷാൽ ബി മാനിഫെസ്റ്റഡ്, ഇറ്റ് ഷാൽ ബി റിവീൽഡ്, ഇറ്റ് ഷാൽ ബി വിസിബിൾ. ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നു? അമ്മേ, ഇസ്രായേൽ തനിച്ചു പാർക്കുന്നവനാണെന്ന്, അവൻ ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടാത്തവനാണെന്നോ, അമ്മേ ആഭിചാരം അവന് പറ്റത്തില്ലെന്നോ, ലക്ഷണവിദ്യ അവൻ ഏൽക്കത്തില്ലെന്നോ, അവൻ ദൈവത്താൽ വീണ്ടെടുക്കപ്പെട്ട ജനമാണെന്നോ, അവന്റെ നിവാസങ്ങൾ ദൈവത്തിന്റെ തേജസ് വീണതാണെന്നോ, അത് ജനം സിംഹിയെ പോലെ അവൻ എഴുന്നേറ്റ് വന്നവനാണെന്നോ, അവൻ വിളിക്കപ്പെട്ട് തെരഞ്ഞെടുക്കപ്പെട്ടവനാണെന്ന് അറിയാത്ത ബാലാക്കിന്റെ മുൻപാകെ ദൈവം ബിലയാമിന്റെ കണ്ണുകൾ തുറക്കുകയാണ്. Let the world, let the witchcraft see the spiritual designation, the spiritual reputation. ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയുന്നു, അഭിഷക്ത ദൈവ പൈതലേ, നിന്റെ മേളിൽ കിടക്കുന്ന അഭിഷേകത്താൽ, നിന്റെ മേളിൽ വിളിക്കപ്പെട്ട ദൈവത്തിന്റെ നാമം, നിന്റെ മേളിൽ വീണ് കിടക്കുന്ന ദൈവത്തിന്റെ കൃപ പൈശാചിക മണ്ഡലങ്ങൾ കാണോ. ശത്രു കാണത്തക്കവണ്ണം ഒരു ഗ്ലോറി, ശത്രു കാണത്തക്കവണ്ണം ഒരു തേജസ് ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ ചിലരുടെ മേൽ റിലീസ് ചെയ്യുകയാണ്. നിന്റെ അപ്പനും അമ്മയ്ക്കും അറിയാം നീ ആരാണെന്ന്, നിന്റെ സഹോദരങ്ങൾക്കറിയാം നീ ആരാണെന്ന്. പക്ഷേ ചിലർക്കറിയത്തില്ല നീ ആരാണെന്ന്. ഈ 2026 ആദ്യ മാസങ്ങളിൽ പരിശുദ്ധാത്മാവ് നീ ആരാണെന്ന് ശത്രു മണ്ഡലങ്ങളിൽ വെളിപ്പെടുത്താൻ പോവുകയാണ്. ശത്രു മണ്ഡലങ്ങളിൽ വെളിപ്പെടുത്താൻ പോവുകയാണ്. ബിലയാം കയറി വരട്ടെ, അവൻ യാഗപീഠങ്ങൾ പണിയട്ടെ, അവന്റെ ശബ്ദമുയരട്ടെ, പക്ഷേ അവൻ അവിടെ കാണും. ലാറ ഹസറ്റാനിയ ലാർഥേമന കടാചനാദര പ്രമാന ഹൽധന പ്രമന സർധനാദിയ ലഖാനിയ ലഖരം പ്രവാർത്ഥാനിയ. മോവാബിന്റെ മലമുകളിൽ യാഗപീഠങ്ങൾ പണിത് കാളച്ചോര കൊണ്ട് യാഗം കഴിക്കുന്ന, ബലിപീഠങ്ങൾ കരിക നിന്ന് തല ഉയർത്തുന്ന ബിലയാം പെട്ടെന്ന് കണ്ണുകളെ അടച്ചോ. ബാലാക്ക് ചോദിച്ചു, ബിലയാം നീ എന്തിനാണ് കണ്ണടച്ചിരിക്കുന്നത്? ബിലയാം പറഞ്ഞു, കണ്ണടച്ചിരിക്കുന്ന പുരുഷൻ വിളിച്ചു പറയുന്നു, ഇതാ ഞാൻ ശിലാഗ്രത്തിൽ നിന്ന് അവനെ കാണുന്നു. അവൻ യേശുവിന്റെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവൻ. ഇതാ അവന്റെ പാളയത്തിൽ ഒരു ദോഷമോ കാണാൻ കഴിയുന്നില്ല. യാക്കോബിൽ തിന്മ കാണാൻ കഴിയത്തില്ല. ഇസ്രായേലിൽ കഷ്ടത ദർശിക്കാൻ കഴിയത്തില്ല. രാജാവ് അവന്റെ നടുവിലുണ്ട്. എന്റെ കാതുകളിൽ കേൾക്കുന്നത് അവന്റെ പാളയത്തിൽ നിന്നുള്ള രാജകോലാഹലമാണ്. ബിലയാം ചൊല്ലിട്ടു. ബിലയാം പറഞ്ഞു, എനിക്ക് അവനിൽ ഒരു കഷ്ടതയും വെക്കാൻ കഴിയുന്നില്ല, എനിക്ക് അവനിൽ ഒരു തിന്മയും വെക്കാൻ കഴിയുന്നില്ല. അടുത്തതായിട്ടൊരു കാര്യം പറഞ്ഞു, എൻ്റെ കാതുകൾ വേദനിക്കുന്നു. ഞാനൊരു ശബ്ദം കേൾക്കുകയാണ്. ആ പാളയത്തിൽ നിന്ന് ഉയരുന്നതായ ഒരു രാജകോലാഹലം. എൻ്റെ കാതുകളിൽ ഞാൻ ഇങ്ങനെ അലയടിക്കുകയാണ്. രാജകോലാഹല. മോവാബ് സമഭൂമിയിൽ കൂടാരമടിച്ച്
ആമേൻ 40ഓളം സംവത്സരമായി മരുഭൂമിയിൽ പാർക്കുന്ന ജനം, ആമേൻ ആമേൻ സ്വന്തമായി കൃഷിയില്ല, വിളനിലങ്ങളില്ലാതെ ദിവസവും രാവിലെ ആകാശത്ത് നിന്ന് വീഴുന്ന മന്ന പെറുക്കി തിന്നുന്ന പാവപ്പെട്ട ജനം കുടിലടിച്ച് കിടക്കുന്നത് കണ്ടിട്ട് ബിലയാം വിളിച്ചു പറയുക, എന്റെ കാതുകൾ പൊട്ടുന്നു, അതിനകത്തുനിന്ന് ഒരു രാജകീയ ട്രംപറ്റ് എന്റെ കാതുകളെ പേടിപ്പിക്കുന്നു. ദൈവം തുറക്കും, കഴുതയുടെ വായ് തുറക്കും, ബിലയാമിന്റെ കണ്ണു തുറക്കും. നീ ആരാണെന്ന് അവൻ അറിയും. നിനക്ക് വേണ്ടി ഇറങ്ങി നിൽക്കുന്നത് ആരാണെന്ന് അവൻ കാണും. ഇസ്രായേലിനെതിരെ ശാപം കാണാൻ പോയവൻ, ഇസ്രായേലിനെതിരെ ദുർവിധി കാണാൻ പോയവൻ ഇപ്പൊ കാണുകയാ ഊരിയ വാളുമായി നിൽക്കുന്ന ദൈവത്തിന്റെ ദൂതനെ. ഇന്ന് പകൽ നിന്റെ നാശം കാണാൻ, നിന്റെ അപവാദം കേൾക്കാൻ, നിന്റെ തകർച്ച കാണാൻ കാത്തു നിൽക്കുന്നവർ ഊരിയ വാളുമായി നിൽക്കുന്ന ഒരു ദൂതനെ കാണോ. വിശ്വസിക്കുന്നവർ മാത്രം കരമടിച്ച് ദൈവത്തിന് സ്തോത്രം പറ. ഞാൻ ആ ദൂതിനെ റിപ്പീറ്റ് ചെയ്യുന്നു. നിന്റെ അനർത്ഥം കാണാൻ കാത്തു നിൽക്കുന്നവൻ, നിന്റെ വീട്ടിൽ നിന്നൊരു നിലവിളിയുടെ ശബ്ദം കേൾക്കാൻ കാത്തിരിക്കുന്നവൻ, നിന്റെ അപവാദം കേൾക്കാൻ കാത്തിരിക്കുന്നവൻ, പക്ഷേ അവൻ വേറെയൊന്ന് കേൾക്കോ, രാജകോലാഹലോ, അവൻ വേറെയൊന്ന് കാണോ. അവൻ കാണുന്നത് ഊരിയ വാളുമായി നിൽക്കുന്ന ദൈവത്തിന്റെ ദൂതനെ ആയിരിക്കോ. How many of you can believe it? ഇന്ന് പകൽ ഇത് പ്രവചനമാണ്, ഇത് ദൂതാണ്. നിന്റെ മേൽ ഞാൻ ആ ദൂതിനെ റിലീസ്. കഴുതയുടെ വായ് തുറന്നു. നിനക്ക് വേണ്ടി സംസാരിക്കാൻ, നിനക്ക് വേണ്ടി സംസാരിക്കാൻ, നിനക്ക് വേണ്ടി സംസാരിക്കാൻ ദൈവം ചിലത് തുറക്കും. ആമേൻ. നിനക്ക് വേണ്ടി ഒരു വോയിസ് ഓപ്പൺ ആക്കും, നിനക്ക് വേണ്ടി ഒരു സൗണ്ട് ഓപ്പൺ ആക്കും, നിനക്ക് വേണ്ടി ദൈവം ചില വായ് തുറക്കും. ഇന്ന് പകൽ പറഞ്ഞേ, എനിക്ക് വേണ്ടി സംസാരിക്കാൻ തക്കവണ്ണം ദൈവം ചിലയിടത്ത് ചിലരെ എനിക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കും, തുറക്കും. അടുത്തിരിക്കുന്നവരെ നോക്കി പറഞ്ഞേ, ദൈവം തുറക്കും, ദൈവം തുറക്കും. താങ്ക് യു ജീസസ്. ദാനിയേലിന്റെ പുസ്തകം 7-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, ദാനിയേലിന്റെ പുസ്തകം 7-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെ പ്രാരംഭ ഭാഗത്തിൽ ശത്രുബലങ്ങളെയാണ് താൻ കാണുന്നത്. ആദ്യത്തെ 9 വാക്യങ്ങൾ ശത്രുബലങ്ങളെ കാണുകയാണ്, 8 വാക്യങ്ങൾ. എന്നാൽ വമ്പ് സംസാരിക്കുന്ന, ദോഷം ചെയ്യുന്നതായ കൊമ്പുകളുടെ നടുവിൽ കൊമ്പുകളെ താൻ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ താൻ ആ ദർശനത്തെ മാറുകയാണ്. 9-ാം വാക്യത്തിൽ, ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ അവർ ന്യായാസനങ്ങളെ വെച്ചു. എന്തിനെയാണ് അവൻ നോക്കിക്കൊണ്ടിരുന്നതെന്നറിയാമോ? 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ കാണാം, കൊമ്പുകളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ, കൊമ്പുകളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ. ഇത് ഗ്രീക്ക് റോമൻ സാമ്രാജ്യ അധികാരങ്ങളെയാണ് കാണിക്കുന്നത്. അവിടെ വമ്പ് പറയുന്ന വായോടുകൂടിയ കൊമ്പുകൾ നിൽക്കുകയാണ്. വമ്പ് പറയുന്ന വായോടുകൂടിയ കൊമ്പുകളെ ദാനിയേൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ദർശനം മാറി. ആന കൊമ്പുകളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, 8-ാം വാക്യത്തിൽ ഞാൻ ആ കൊമ്പുകളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ 9-ാം വാക്യത്തിൽ അവർ ന്യായാസനങ്ങളെ വെച്ചു. ഞാൻ പറയുകയാണ്, നീ ചില ദുഷ്ട കൊമ്പുകളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കൊമ്പുകൾ നിന്ന സ്ഥാനത്ത് നീ വേറെ ഒന്ന് കാണും. എന്തിനെ കാണും? ദൈവത്തിൻ്റെ
ന്യായാസനങ്ങളെ കാണും. ഇന്ന് പകൽ ഒന്നാമത് പറഞ്ഞേ ആമേൻ. വെല്ലുവിളിയുടെ കൊമ്പ് നിന്ന ഇടങ്ങളിൽ ഞാൻ ദൈവത്തിന്റെ ന്യായാസനങ്ങളെ കാണും. വായ് തുറന്ന് പറയാൻ കഴിയുന്നവർ പറഞ്ഞേ, ശത്രുവിന്റെ കൊമ്പുകളെ കണ്ടയിടത്ത് ഞാൻ ദൈവത്തിന്റെ ന്യായാസനത്തെ കാണും. ആമേൻ. ദൈവത്തിന്റെ ന്യായാസനങ്ങളെ കാണും. എന്നിട്ട് അടുത്ത ഭാഗത്തിൽ പറയുകയാണ്, ഞാൻ ന്യായാസനങ്ങളെ കണ്ടോ. വയോധികനായ ഒരുത്തനിരുന്നോ, അവന്റെ വസ്ത്രം ഹിമം പോലെ വെളുത്തതോ, അവന്റെ തലമുടി നിർമ്മലമായ ആട്ടിരോമം പോലെയോ, അവന്റെ സിംഹാസനം അഗ്നിജ്വാലയോ, അവന്റെ രഥചക്രങ്ങൾ കത്തുന്ന തീയുമായിരുന്നു. 10-ാം വാക്യം, ഒരു അഗ്നി നദി അവന്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടൊഴുകി 1000 പേർ അവന് ശുശ്രൂഷ ചെയ്തോ, 10,000 പേർ അവന്റെ മുൻപാകെ നിന്നോ. അടുത്ത ഭാഗം, ന്യായവിസ്താര സഭ ഇരുന്നോ, പുസ്തകങ്ങൾ തുറന്നോ. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, കൊമ്പുകൾ പറഞ്ഞതൊക്കെയോ, കൊമ്പുകൾ കാട്ടിക്കൂട്ടിയതൊക്കെയോ ആമേൻ ആമേൻ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ട് നിനക്ക് വേണ്ടി എന്ത് ചെയ്യുകയാണ്? പുസ്തകം തുറക്കുകയാണ്. ആമേൻ. ന്യായാസനങ്ങൾ ഇരുന്നോ, പുസ്തകം തുറന്നോ. നിന്റെ ലോഗ് ബുക്കിനെ ദൈവം തുറക്കുമെന്നേ. ഈ 2026 പുസ്തകം ദൈവം തുറക്കോ. എത്ര പേർ വിശ്വസിക്കുന്നു? ഈ 2026 ദൈവം പുസ്തകങ്ങളെ തുറക്കോ. ദൈവത്തിന്റെ ന്യായസിംഹാസനം നിനക്ക് വേണ്ടി സ്ഥാപിക്കപ്പെടുന്നത് നിനക്ക് വേണ്ടി ചില പുസ്തകങ്ങളെ തുറക്കുവാനാണ്. എന്താണ് പുസ്തകത്തിലുള്ളത്? പുസ്തകത്തിലുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞ് മുമ്പോട്ട് പോകാം. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, എൻ്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിലാക്കി വെക്കണമേ. നീ എൻ്റെ ഉഴൽച്ചകളെ എണ്ണുന്നവനാണ്, അത് നിന്റെ പുസ്തകത്തിലില്ലയോ? ഇന്ന് പകൽ ദൈവത്തിന്റെ പൈതലെ, നിന്റെ കണ്ണുനീരിനെ കുറിച്ച് എഴുതി വെച്ച, നിന്റെ ഉഴൽച്ചകളെ കുറിച്ച് എഴുതി വെച്ച ഒരു പുസ്തകം ദൈവസിംഹാസനത്തിലുണ്ട്. ആ പുസ്തകത്തെ ദൈവം തുറക്കാം. ആമേൻ. ആ പുസ്തകത്തെ ദൈവം തുറക്കുക. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം അതിന്റെ 5-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, മൂപ്പന്മാരിൽ ഒരുത്തൻ വന്ന് എൻ്റെ അടുക്കൽ കരയരുത് എന്ന് പറഞ്ഞു. യഹൂദാ ഗോത്രത്തിലെ സിംഹവ, ദാവീദിന്റെ വേരുമായവൻ, പുസ്തകവും അതിന്റെ 7 മുദ്രയും തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അമ്മേ, 7 മുദ്രകളാൽ ആ പുസ്തകം എന്ത് ചെയ്യപ്പെട്ടിരിക്കുകയായിരുന്നോ? മുദ്രയിട്ട് വെച്ചിരിക്കുകയായിരുന്നോ? നിന്റെ കണ്ണുനീരിനെ കുറിച്ച് എഴുതി വെച്ച, നിന്റെ ചരിത്രം എഴുതി വെച്ച, നിനക്ക് വരേണ്ടതായ കണക്കുകളെ എഴുതി വെച്ച, നിനക്ക് വരേണ്ടിയ നന്മകളുടെ കണക്ക് എഴുതി വെച്ച പുസ്തകം ഒരിക്കലും തുറക്കരുതെന്ന് പറഞ്ഞ്, നിനക്ക് വേണ്ടി വാഗ്ദത്തങ്ങൾ എഴുതി വെച്ച പുസ്തകം തുറക്കരുതെന്ന് പറഞ്ഞ്, നിന്നെ കുറിച്ചുള്ള നീതി എഴുതി വെച്ച പുസ്തകം തുറക്കരുതെന്ന് പറഞ്ഞ്, നിന്നെ കുറിച്ച് വായിക്കേണ്ടതായ പുസ്തകം തുറക്കരുതെന്ന് പറഞ്ഞ്, ആമേ, രാജകീയ ശക്തികൾ, ദേശാന്തര ശക്തികൾ, 7 ഒരു മുദ്ര എന്ന് പറഞ്ഞാൽ ഒരു സാമ്രാജ്യമാണ്. 7 സാമ്രാജ്യങ്ങൾ ചേർന്ന് മുദ്രയിട്ടൊരു പുസ്തകത്തെ പൂട്ടി വെച്ചിട്ട് പറഞ്ഞു, ഈ പുസ്തകത്തിൽ ഇവനെ കുറിച്ച് എത്ര നന്മയുണ്ടെങ്കിലോ ഇതാരും വായിക്കത്തില്ല. ഈ പുസ്തകത്തിൽ ഇവനെ കുറിച്ച് എത്ര അനുഗ്രഹം ഉണ്ടെങ്കിലോ ഇതാരും വായിക്കത്തില്ല. ഇത് വായിക്കാതെ ഈ പുസ്തകം ഇവിടെ പൂട്ടി വെച്ച് ഇത് ആയുഷ്കാലം മുഴുവനും ഇതിനകത്ത് ഇരുന്നു പോകാം. പക്ഷേ പുസ്തകം പൂട്ടപ്പെട്ടത് കണ്ടിട്ട് യോഹന്നാൻ എന്ത് ചെയ്തെന്നറിയാമോ? കരയാൻ തുടങ്ങി. ഇന്ന് പകൽ ഞാൻ തിരിച്ചു പറയാ, ആമേ, നിന്റെ പല കണ്ണുനീരിന്റെയും കാരണം നിന്റെ പുസ്തകം മുദ്രയിട്ട് വെച്ചിരിക്കുന്നതാണ്. പക്ഷേ ആ പുസ്തകത്തെ കർത്താവ് തുറക്കുകയാണ്. കരയുന്ന യോഹന്നാന്റെ അടുക്കൽ മൂപ്പന്മാരിൽ ഒരുത്തൻ 24 സിംഹാസനങ്ങളിൽ ഒന്നിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് യോഹന്നാന്റെ അടുക്കൽ പറഞ്ഞു, യോഹന്നാൻ, നിന്റെ പുസ്തകം തുറക്കാൻ സമയമായി, നിന്റെ പുസ്തകം തുറക്കാൻ സമയമായി. ഗത്സമനയിലെ പൂങ്കാവനത്തിൽ നിന്ന് വിയർപ്പ് തുള്ളികൾ രക്തമായി വീണ് ഗബത്തയുടെ കൽത്തളത്തിൽ മുതുകുഴവുചാൽ പോലെ കീറപ്പെട്ട് ചുമലിൽ കുരിശുമായി ഗോൽഗോത്തയുടെ ഗിരിമുകളിൽ കടന്നു ചെന്ന് ഇരുകള്ളന്മാരുടെ നടുവിൽ 3 ആണിമേൽ തൂങ്ങി വിരിമാറിൽ തുളയ്ക്കപ്പെട്ട വിലാപ്പുറം ചിന്തപ്പെട്ട യേശുനാഥൻ കല്ലറകളെ തുറന്ന് എഴുന്നേറ്റ് സ്വർഗാദി സ്വർഗത്തിന് മീതെ ഒലിവുമലയിൽ നിന്ന് കയറി പോകുമ്പോൾ അവൻ മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി. അവൻ ജയം പ്രാപിച്ചു, അവൻ ജയം പ്രാപിച്ചു. നിന്റെ പുസ്തകം തുറക്കപ്പെടോ. ഇന്ന് പകലാധരം തുറന്നു പറഞ്ഞ്, എന്റെ പുസ്തകം തുറക്കപ്പെടോ, എന്റെ പുസ്തകം തുറക്കപ്പെടോ. നിനക്ക് വേണ്ടി ചില പുസ്തകങ്ങൾ തുറക്കപ്പെടോ.
ഭൂമി തുറക്കുന്ന സമയമാണ്. നിന്ന് മാറുവാൻ തക്കവണ്ണം ലേയ്ക്ക് വേണ്ടി തുറന്നതുപോലെ നിനക്ക് വേണ്ടി ചിലത് തുറക്കുന്ന സമയമാണ്. കഴുതയുടെ വായ് തുറന്നതുപോലെ, ബിലയാമിന്റെ കണ്ണ് തുറന്നതുപോലെ നിനക്ക് വേണ്ടി ചിലത് തുറക്കുന്ന സമയമാണ്. A season to unlock, a season to open, a season to open. Latha mahasataria പ്രമാജാ രബഞ്ചാലിയ പ്രമനാ കലാദിയ. യേശുവിന്റെ രക്തം ജയ. നിന്റെ പുസ്തകം തുറക്കും കുഞ്ഞേ, നിന്റെ പുസ്തകം തുറക്കോ. നിനക്ക് വേണ്ടിയുള്ള കണക്ക് പുസ്തകം തുറക്കോ. നിനക്കുള്ള ഒത്തിരി അരിയേഴ്സ് ആ പുസ്തകത്തിൽ എഴുതിയിട്ടിട്ടുണ്ട്. നിനക്കുള്ള ഒത്തിരി പെൻഡിങ് ആ പുസ്തകത്തിൽ എഴുതിയിട്ടിട്ടുണ്ട്. നിന്റെ ഒത്തിരി പ്രാർത്ഥനകൾ ആ പുസ്തകത്തിൽ എഴുതിയിട്ടിട്ടുണ്ട്. നിനക്ക് വേണ്ടിയുള്ള ഒത്തിരി മറുപടികൾ ആ പുസ്തകത്തിൽ എഴുതിയിട്ടിട്ടുണ്ട്. ഈ മാസം സ്വർഗം ആ പുസ്തകം തുറക്കും. ഈ ആഴ്ചയിൽ സ്വർഗം ആ പുസ്തകം തുറക്ക. ആ പുസ്തകം തുറക്ക. ദൈവം ഉറക്ക വായിക്കുക. അതിനു വേണ്ടിയുള്ള വിധികൾ പുറപ്പെടുക. കാരണം നിനക്ക് വേണ്ടിയുള്ള ആ ജഡ്ജ്മെന്റ് ത്രോൺ ലാ 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 റാ സാ ലാ റാഥാ നാ ചാ റാഥാ റാസാ താ നാ താ നാ താ നാ റാഥാനിയ. നിന്റെ കണ്ണുനീരിനെ എഴുതി വെച്ച, നിന്റെ പ്രാർത്ഥനയെ എഴുതി വെച്ച, നിന്റെ ഉപവാസത്തെ എഴുതി വെച്ച ഒരു പുസ്തകമുണ്ട്. പക്ഷേ ആ പുസ്തകം തുറന്നാൽ നിന്റെ അരിയേഴ്സ് ക്ലിയർ ചെയ്യപ്പെടുമെന്ന്. ആ പുസ്തകം തുറന്നാൽ നീ മാനിക്കപ്പെടുമെന്ന്. ആ പുസ്തകം തുറന്നാൽ നിന്റെ നീതി വെളിപ്പെടുമെന്ന് ശത്രു ഭയപ്പെട്ടത് കൊണ്ട് അവൻ അടച്ചു വെച്ചോ. പക്ഷേ ഈ ആരാധന ആ പുസ്തകത്തെ തുറക്കുകയാ. ഒരു മിനിറ്റ്, ഈ ദൂത് കണക്ട് ആകുന്നവർ മാത്രം കരമടിച്ച് ദൈവത്തിന് അന്യഭാഷകളിൽ ആരാധിച്ചാട്ടെ. ചിലരുടെ പുസ്തകം ഈ ആരാധനയിൽ ഓ ലാരാ 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 ലാ 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 റാ ബാ 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 നിഗ ലാ ബാ ലാ ലാ ജീസസ്. ആമേൻ. പുസ്തകത്തിൽ 3 കാര്യങ്ങളെ ഞാൻ പറഞ്ഞു പോകാം. പുസ്തകത്തിലെ 3 കാര്യങ്ങളെ പറഞ്ഞു പോകാം. സ്തോത്രം. 1, പുസ്തകം നിന്റെ കണ്ണുനീരിനെ റെക്കോർഡ് ചെയ്തിരിക്കുന്നതാണ്. സ്തോത്രം. 2, പുസ്തകം നിന്റെ അരിയേഴ്സിനെ റെക്കോർഡ് ചെയ്തിരിക്കുന്നതാണ്. സ്തോത്രം. നിനക്ക് കിട്ടേണ്ടിയ ചിലത് കിട്ടിയില്ല, അത് പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ആ പുസ്തകം തുറക്കാൻ സമ്മതിക്കുന്നില്ല. പക്ഷെ പേർഷ്യൻ രാജാവിന്റെ ഒരു രാത്രിയിൽ ഉറക്കത്തെ ദൈവം അടച്ചു. പേർഷ്യൻ രാജാവിന്റെ ഉറക്കത്തെ ദൈവം അടച്ചു. കാരണം അവന്റെ ഉറക്കത്തെ അടച്ചാലേ മോർദെഖായിയുടെ പുസ്തകം തുറക്കത്തുള്ളൂ. മോർദെഖായിയുടെ പുസ്തകം തുറക്കത്തുള്ളൂ. മോർദെഖായിക്ക് വേണ്ടി ഒരു പുസ്തകം തുറന്നു. പുസ്തകം തുറന്നപ്പോൾ മോർദെഖായിയുടെ അരിയേഴ്സ് വെളിപ്പെട്ടു. മോർദെഖായിയുടെ അരിയേഴ്സ്. നിന്റെ പ്രാർത്ഥനയുടെ മറുപടി പെൻഡിംഗ് ആയി നിൽക്കുമ്പോൾ, നിന്റെ നീതിയുടെ അരിയേഴ്സ് കിടക്കുമ്പോൾ, ഇന്ന് പകൽ ഈ ആരാധനയ്ക്കകത്ത് ചില ചില അക്കൗണ്ട് ബുക്കുകൾ തുറക്കുകയോ. ആമേൻ. അതൊന്ന് കണ്ണുനീരിന്റെ റെക്കോർഡ് ബുക്കാണ്. 2, നിനക്ക് കിട്ടേണ്ട അരിയേഴ്സിന്റെ ക്യാഷ് ബുക്കാണ്. 3, സ്തോത്ര. 3, അടുത്ത ഒരു ഭാഗത്തിലേക്ക് വരുമ്പോൾ വെളിപ്പാട് പുസ്തകം 20:12 അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. 15-ാം വാക്യം. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത 20:15 ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയ തീപ്പൊയ്കയിൽ തള്ളിയിടോ. അപ്പം പുസ്തകത്തിൽ 3-ാമത് എന്തോ ഉണ്ടെന്നറിയാമോ? അമ്മൻ കൂടുതലൊന്നും എഴുതി വെക്കത്തില്ല. ആകെ ഇത്രമേ എഴുതി വെക്കത്തുള്ളൂ. എന്ത്? നമ്മുടെ പേരൊന്ന് എഴുതി വെക്കോ. അമ്മേ, നിനക്ക് ചിലടത്തൊക്കെ പേര് ദൈവം എഴുതിയിട്ടിട്ടുണ്ട്. നിനക്ക് വേണ്ടി ദൈവം ചിലടത്ത് പേരെഴുതിയിട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ചില ലിസ്റ്റിൽ ദൈവം നിന്നെ അങ്ങോട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ആ ലിസ്റ്റ് നിന്റെ പേരെഴുതിയ ബുക്ക് മാത്രം തുറക്കാൻ സമ്മതിക്കത്തില്ല. കാരണം നിന്റെ ആ ലിസ്റ്റിനകത്ത് നിന്റെ പേര് കണ്ടാൽ നിനക്ക് ചിലത് സാങ്ഷൻ ആകാം, നിനക്ക് ചിലത് അപ്രൂവ് ആകാം. അപ്രൂവ് ആയാൽ നിന്റെ അവസ്ഥ മാറാം. ആകയാൽ എന്ത് ചെയ്യുകയാണെന്നറിയാവോ? നിന്റെ പേരെഴുതിയ പുസ്തകം അവൻ പൂഴ്ത്തി വെച്ചിരിക്കുകയാ. അലാഥാനിയ. ആ പുസ്തകത്തിൽ കൂടുതലൊന്നും എഴുതണ്ടാന്നേ. ആ പുസ്തകത്തിൽ എന്തോ എഴുതിയാ മതി, പേരൊന്ന് എഴുതിയാ മതി. ആ പുസ്തകത്തിൽ പേരെഴുതിയ ജീവിതം മാറുമെന്നേ. ആ പുസ്തകത്തിൽ പേരെഴുതിയാൽ 12 അടിസ്ഥാനങ്ങളുള്ളത്, 12 ഗോപുരവാതിലുകളുള്ളത്, സിംഹാസനത്തിന്റെ നടുവിൽ നിന്ന് 12 ശാഖയായി പിരിയുന്ന ജീവജല നദിയോ, അതിന്റെ ഇരുവശത്തോ 12 മാസവും പുതിയ ഫലം കായ്ക്കുന്ന ജീവവൃക്ഷങ്ങളുള്ളത്, 12 തെരുവീതികളുള്ളത്,
ഉള്ളതുമായ 1500 ദൂതകരത്തിന് സമചതുരമായി കിടക്കുന്ന മനോഹരമായിരിക്കുന്ന പുതിയ യെരൂശലേം എന്ന മനോഹര സ്വർണ്ണ തങ്ക തെരുക്കൾ നിറഞ്ഞ സ്ഫടിക നഗരത്തിലേക്ക് അവൻ കയറോ. പേരില്ലെങ്കിലോ തീപ്പൊയ്കയിലേക്ക് വീഴോ. ലൈഫ് ഇവിടെ രണ്ടായിട്ട് തിരിയുകയാ. ഇന്ന് പകൽ നിന്റെ ലൈഫിന്റെ തിരിവിനകത്താണ് നീ വന്നു നിൽക്കുന്നത്. ഒരു ജംഗ്ഷൻ പോയിന്റിലാണ് നീ വന്നു നിൽക്കുന്നത്. ഈ ജംഗ്ഷനിൽ നിന്റെ പുസ്തകം തുറക്കാതെ, നിന്റെ ലിസ്റ്റ് വരാതെ ശത്രു തടഞ്ഞു നിർത്തുമ്പോൾ ഇന്ന് പകൽ സ്വർഗം പറയുകയാണ്, ഞാൻ ന്യായാസനങ്ങളെ കണ്ടു, ഞാൻ വലിയൊരു വെള്ള സിംഹാസനത്തെ കണ്ടു. വലിയൊരു വെള്ള സിംഹാസനം ഞാൻ കണ്ടു. വലിയൊരു വെള്ള സിംഹാസനം ഞാൻ കണ്ടു. അതിലൊരുത്തനിരിക്കുന്നത് ഞാൻ കണ്ടു. അവനൊരു പുസ്തകം തുറന്നു, ജീവന്റെ പുസ്തക. അതിലൊത്തിരി ഒന്നും എഴുതത്തില്ല, അതിനകത്ത് പേര് മാത്രമേ എഴുതത്തുള്ളൂ. അത് മതി ജീവിതം മാറാൻ, അത് മതി അവസ്ഥ മാറാൻ. എൻ്റെ ലിസ്റ്റ് ഉൾപ്പെട്ട് നിൽക്കുന്ന ബുക്ക് അവൻ പൂഴ്ത്തി വെച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഈ മാസം എൻ്റെ ബുക്ക് ഓപ്പൺ ആവുകയാണ്. ഇന്ന് പകൽ ഞാൻ 3 കാര്യങ്ങൾ പറയുന്നു. നിന്റെ കണ്ണുനീരിന്റെ റെക്കോർഡ് ബുക്കിനെ ദൈവം ഓപ്പൺ ചെയ്യുകയാണ്. നിന്റെ നീതി പ്രവർത്തികളുടെ അരിയർ ബുക്കിനെ ദൈവം ഓപ്പൺ ചെയ്യുകയാണ്. നിന്റെ പേരെഴുതിയ ലിസ്റ്റ് ബുക്കിനെ ദൈവം ഓപ്പൺ ചെയ്യുകയാണ്. ഇന്ന് പകൽ പറഞ്ഞ് എൻ്റെ ബുക്ക് തുറക്കാൻ പോവുകയാണെന്ന്, എൻ്റെ ബുക്ക് തുറക്കാൻ പോവുകയാണെന്ന് വായി തുറന്ന് പറയാൻ കൽപ്പുള്ള കൃപയുള്ളവൻ മാത്രം പറ, ഉള്ളവൾ മാത്രം പറ. എൻ്റെ ബുക്ക് തുറക്കാൻ പോവുകയാ, എൻ്റെ കുഞ്ഞിൻ്റെ ബുക്ക് തുറക്കാൻ പോവുകയാ. ഈ ആരാധനയിൽ നിന്റെ ബുക്ക് തുറക്ക. കാരണം ഉയർത്തെഴുന്നേൽക്കപ്പെട്ട ക്രിസ്തു, അറുക്കപ്പെട്ട കുഞ്ഞാട് സ്വർഗാദി സ്വർഗത്തിന് മീതെ സിംഹാസനത്തിന്റെ മുമ്പിൽ വന്നു നിൽക്കുമ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ പറയുകയാണ്, അവൻ ജയം പ്രാപിച്ചിരിക്കുന്നു. യേശു ക്രിസ്തു കാൽവറിയിൽ എടുത്ത ജയത്താൽ, യേശു ക്രിസ്തു കാൽവറിയിൽ പ്രാപിച്ച ജയത്താൽ എന്റെ പുസ്തകം തുറക്കോ. വായി തുറന്ന് വിളിച്ചു പറഞ്ഞ്, യേശു ക്രിസ്തു കാൽവറിയിൽ പ്രാപിച്ച ജയത്താൽ, യേശു ക്രിസ്തുവിന്റെ കാൽവറി ജയത്താൽ എന്റെ പുസ്തകം തുറക്കപ്പെടും. ആമേൻ. നമ്മുടെ പുസ്തകം തുറക്കും, നമ്മുടെ പുസ്തകം തുറക്കും. ജീസസ്. ഭൂമിയെ, നിന്റെ ഓടാമ്പലുകളെ ദൈവം പൊളിക്കും. നീ തുറന്നു വരും. നീ സദാകാലത്തേക്ക് എൻ്റെ മേളിലിട്ട ചില ഓടാമ്പലുകളുണ്ട്. ഭൂമിയെ തുറന്നു വാ. എൻ്റെ രക്ഷ വിളയട്ടെ, എൻ്റെ നീതി മുളയ്ക്കട്ടെ. എൻ്റെ പുസ്തകം തുറക്കുമ്പോ എൻ്റെ നീതി മുളച്ചു വരോ. എൻ്റെ പുസ്തകം തുറക്കുമ്പോ എൻ്റെ രക്ഷ വിളഞ്ഞു വരോ. ഭൂമിയെ തുറന്നു വാ, എൻ്റെ ഓടാമ്പലുകൾ പൊളിയട്ടെ. ഇന്ന് പകൽ പ്രവചന അധികാരം നിന്റെ മേൽ ദൈവമിട്ടത് കരഞ്ഞുകൊണ്ടിരിക്കാനല്ല, അഭിഷേകത്തിൽ പൊട്ടിച്ച് കളയാനാണ്. വായു തുറന്ന് വിളിച്ചു പറ, സദാകാലത്തേക്കുമെന്ന് പറഞ്ഞ ഓടാമ്പലുകൾ തകർന്നു പോ. അത് തുറക്കുമെന്ന് അവൻ പേടിയാ. നിന്റെ പുസ്തകം തുറക്കല്ലെന്ന് അവന് പേടിയാ. നിന്റെ അരിയർ ബുക്ക് ദൈവം തുറക്കും. ഏത് സാത്താൻ, ഏത് സാമ്രാജ്യം മുദ്രയിട്ടതാണെങ്കിലും അത് തുറക്കും. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിന്റെ 12-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. സ്തോത്രം. ആ ഒരു ഭാഗത്തെ മാത്രം ഞാൻ പറയുകയാണ്. പുസ്തകങ്ങൾ തുറന്നു. ആമേൻ. പുസ്തകങ്ങൾ തുറന്നു. ജീവന്റെ പുസ്തകവും തുറന്നു. അപ്പോൾ അടുത്ത ഭാഗം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. പുസ്തകങ്ങളിൽ എഴുതിയിരുന്നതിനൊത്തവണ്ണം അവരുടെ പ്രവർത്തികൾക്കടുത്ത ന്യായവിധി ഉണ്ടായി എന്നാണ് എഴുതിയിരിക്കുന്നത്. ആമേൻ. അക്കോർഡിംഗ് ടു ദെയർ വർക്ക്സ്. ആമേൻ. നീ ചെയ്ത പല പ്രവർത്തിക്കും എന്ത് കിട്ടിയില്ല? പ്രതിഫലം കിട്ടിയില്ല. പക്ഷെ പുസ്തകം തുറന്നാൽ പ്രവർത്തിക്ക് പ്രതിഫലമുണ്ടാകാം. പുസ്തകം തുറന്നാൽ പ്രവർത്തിക്ക് പ്രതിഫലമുണ്ടാകാം. അടുത്തിരിക്കുന്നവർക്ക് കരം കൊടുത്തിട്ട് സന്തോഷത്തോടെ പറഞ്ഞേ, നമ്മുടെ പുസ്തകം തുറക്കാൻ പോവാ, നമ്മുടെ പുസ്തകം തുറക്കാൻ പോവാ, നമ്മുടെ പുസ്തകം തുറക്കാൻ പോവാ, നമ്മുടെ പുസ്തകം തുറക്കാൻ പോവുകയാ, നമ്മുടെ പുസ്തകം തുറക്കാൻ പോവുകയാ. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആ പുസ്തകം തുറക്കുക, എൻ്റെ കുടുംബത്തിന് വേണ്ടി ആ പുസ്തകം തുറക്കുക, എൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ആ പുസ്തകം തുറക്കുക, എൻ്റെ ഭാവിക്ക് വേണ്ടി ആ പുസ്തകം തുറക്കുക. നിന്റെ കണ്ണുനീര് എഴുതി വെച്ച പുസ്തകം, നിന്റെ നീതി പ്രവർത്തി എഴുതി വെച്ച പുസ്തകം, നിന്റെ അരിയറുകൾ എഴുതി വെച്ച പുസ്തകം, നിന്റെ പേരെഴുതി വെച്ച പുസ്തകം, ആ പുസ്തകം ദൈവം തുറക്കും.
ജീസസ്. ആമേൻ. ചില പുസ്തകങ്ങളുടെ പുറത്ത് പേരെഴുതും, ചില പുസ്തകങ്ങളുടെ പുറത്ത് വിവരം എഴുതും. എന്ന് പറഞ്ഞാൽ കാശ് കൊടുക്കാനുള്ളവരുടെ ലിസ്റ്റ് എന്നൊരു ബുക്കിന്റെ മുകളിൽ ഒരു സ്റ്റിക്കർ എഴുതി ഒട്ടിച്ചു. അതിനകത്ത് പിന്നെ കൂടുതൽ വല്ലതും എഴുതണോ? എന്തോ മാത്രം എഴുതിയാൽ മതി, പേര് മാത്രം എഴുതിയാൽ മതി. അത് അകത്തും പുറത്തും എഴുത്തുള്ളതായ ഒരു പുസ്തകം എന്ന് പറഞ്ഞാൽ, ആമേൻ, ഞാനതിനെ ഇങ്ങനെ പറയും, ചില വാഗ്ദത്തങ്ങളുടെ പുസ്തകം. ആമേൻ. ആ വാഗ്ദത്തത്തിനകത്ത് നിന്റെ പേര് കിടപ്പുണ്ട്. അത് തുറക്കും, നീ അതിനകത്ത് കണക്ട് ആകും. ജീസസ്. ദൈവം തുറക്കും. വൈതുറന്ന് പറഞ്ഞ ദൈവം തുറക്കും. യെരമ്യാവിന്റെ പുസ്തകം 50-ാം അധ്യായം അതിന്റെ 25-ാം വാക്യം. യെരമ്യ 50:25. അവിടെ ഇങ്ങനെയാണ് നാം വായിക്കുന്നത്. യെരമ്യ 50:25. യഹോവ തൻ്റെ ആയുധശാല തുറന്നു. യഹോവ തൻ്റെ ആയുധശാല തുറന്നു. തൻ്റെ ക്രോധത്തിൻ്റെ ആയുധങ്ങളെ എടുത്തുകൊണ്ട് വന്നിരിക്കുന്നു. സൈന്യങ്ങളുടെ യഹോവയായ കർത്താവിന് ബാബിലോണിൽ ഒരു പ്രവൃത്തി ചെയ്യാനുണ്ട്. ജീസസ്. ദൈവപ്രവൃത്തി വെളിപ്പെടുന്നതിന് മുന്നമേ എന്ത് സംഭവിക്കും? ദൈവപ്രവൃത്തി വെളിപ്പെടുന്നതിന് മുന്നമേ എന്ത് സംഭവിക്കും? ദൈവം തൻ്റെ ആയുധശാല തുറക്കും. ദൈവം തൻ്റെ ആയുധശാല തുറക്കും. ഈ 2026 പ്രാരംഭ ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ ഞരങ്ങുന്ന ദൈവവൈതലേ, ഒരു ഉപവാസ പ്രാർത്ഥനയുടെ വാതിൽക്കൽ നമ്മൾ നിൽക്കുകയാണ്. ഈ ഉപവാസ പ്രാർത്ഥനയിൽ ദൈവം എന്തോ തുറക്കും. ഈ വരുന്ന ദിവസങ്ങളിൽ ദൈവം എന്തോ തുറക്കോ? ആമേൻ. ദൈവം തൻ്റെ ആയുധശാല തുറക്കോ. ദൈവം തൻ്റെ ആയുധശാല തുറക്കോ. ആയുധശാല തുറന്നിട്ട് ദൈവം എന്തോ ചെയ്യോ? ദൈവം തൻ്റെ ഓരോ ആയുധങ്ങളെ ഇങ്ങോട്ട് എടുക്കോ. ഇന്ന് പകൽക്കാല ആമേൻ, ഇതിനകത്ത് എത്ര പട്ടാളക്കാരുണ്ട്, എത്ര സൈനികരുണ്ട്, ആ ആയുധങ്ങളെ റിസീവ് ചെയ്യാൻ തക്കവണ്ണ ഞാൻ പറയുന്നു, ഈ സീസൺ ദൈവം തൻ്റെ ആയുധശാല തുറക്കാൻ പോവുകയാണ്. ദൈവം തൻ്റെ ആയുധശാല തുറക്കാൻ പോവുകയാണ്. ഭൂതങ്ങളെ കീഴ്പ്പെടുത്തുന്ന ആയുധം, രോഗങ്ങളെ സൗഖ്യമാക്കുന്ന ആയുധം, മന്ത്രവാദങ്ങളെ തകർക്കുന്ന ആയുധം, ക്ഷുദ്രപ്രയോഗങ്ങളെ ചുട്ടുകളയുന്ന ഒരു ആയുധം, ഇന്ന് പകൽക്കാല രാജ്യങ്ങളെ പിടിച്ചെടുക്കുന്ന ആയുധം, വലിയ ഗണ്ണുകളോ വലിയ ടാങ്കറുകളോ വലിയ മിസൈൽ ഫ്ലൈറ്റുകളും പോലെ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ആയുധശാലകളെ തുറക്കാൻ പോവുകയാണ്. ദൈവം എനിക്ക് വേണ്ടി ആയുധശാല തുറക്കോ. ദൈവം എനിക്ക് വേണ്ടി ആയുധശാല തുറക്കോ. തന്റെ ക്രോധത്തിന്റെ ആയുധങ്ങളെ ദൈവം എടുത്തുകൊണ്ട് വന്നിരിക്കുന്നു. കാരണം ദൈവത്തിന് ബാബിലോണിൽ ഒരു പ്രവൃത്തി ചെയ്യാനുണ്ട്. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, ഒരു ദേശത്തിൽ ദൈവപ്രവൃത്തി നടക്കുന്നതിന് മുന്നമേ ദൈവം തന്റെ ആർമറിയെ, ദൈവം തന്റെ ആയുധശാലയെ തുറന്നിട്ട് ആയുധങ്ങളെ തന്റെ സൈനികരെ ഭരമേൽപ്പിക്കുക. ഈ വർഷത്തിന്റെ പ്രാരംഭ ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ പരമാർത്ഥമായി ഉപവസിക്കുന്ന, ആമേ, സൗകര്യം ഉണ്ടേ വരാ, ചേന കളയ്ക്കാൻ ആളുണ്ടെങ്കിൽ പ്രാർത്ഥനയ്ക്ക് പോകത്തില്ലെന്ന് പറയുന്ന ഉടായ്പകൾക്കല്ല, പകരം കാച്ചിലിനും ചേമ്പിനും വേണ്ടി നിൽക്കുന്നവനല്ല, ദൈവസന്നിധിക്ക് വില കൊടുത്തു നിൽക്കുന്നവർക്ക് വേണ്ടി ദൈവം ഈ ഉപവാസ പ്രാർത്ഥനയിൽ തന്റെ ആയുധശാല തുറന്ന് ആയുധങ്ങളെ കൈമാറും. ഞാനത് ഇങ്ങനെ പറയുകയാണ്, ചില കൃപാവരങ്ങൾ ഭൂതങ്ങളുടെ മേൽ, പൈശാചിക ശക്തികളുടെ മേൽ, ആഭിചാര അന്ധകാരങ്ങളുടെ മേൽ യഹോവ തന്റെ ആയുധശാല തുറക്കുക. ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നു ദൈവം തന്റെ ആയുധശാല തുറക്കുക? എനിക്കൊരായുധം തരോ, എനിക്കൊരായുധം തരോ. ഒരു ഇരുവായ്ത്തലയുള്ള വാളവൻ എൻ്റെ കയ്യിൽ തരോ. ഒരു അധികാരത്തിന്റെ താക്കോലവൻ എൻ്റെ കയ്യിൽ തരോ. ഈ 2026 എന്റെ ദൈവത്തിന്റെ ആയുധശാല തുറക്കോ. എനിക്ക് ഞാൻ ചോദിക്കുന്നു, വരുന്ന ഉപവാസ പ്രാർത്ഥനകളിൽ നിന്റെ കളപ്പുരകളെ ഒന്ന് അടയ്ക്കാമോ? നിന്റെ റബ്ബർ പുര ഒന്ന് അടയ്ക്കാമോ? നിന്റെ ഷീറ്റ് പുര ഒന്ന് അടയ്ക്കാമോ? നിന്റെ തേങ്ങാമുറി ഒന്ന് അടയ്ക്കാമോ? നിന്റെ കാച്ചിൽ മുറി ഒന്ന് അടയ്ക്കാമോ? ദൈവ ആയുധശാല തുറക്കുമ്പോൾ
മുമ്പ് നീ ഇങ്ങനെ തേങ്ങാപ്പിണ്ണാക്കും വാരിക്കൊണ്ടിരുന്നാൽ ആമേൻ, അത് കഷ്ടമാ ദൈവ പൈതലേ. തേങ്ങാപ്പിണ്ണാക്ക് പുളിയരിയൊക്കെ അവിടെ ഇരിക്കട്ടെന്നേ. ദൈവം തന്റെ ആയുധശാല തുറക്കുകയാ. ആമേ, ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയുന്നു, ആമേ, ദൈവത്തിന്റെ ആയുധശാല തുറന്ന് ദൈവത്തിന്റെ കൃപയുടെ ആയുധങ്ങൾ, കൃപാവരങ്ങളുടെ ആയുധങ്ങൾ സ്വർഗം അത് കൈമാറുമ്പോൾ ഞാൻ രഹബോത്തിനോട് ചോദിക്കുന്നു, ഇതിനകത്ത് എത്ര പേരുണ്ട് ആയുധങ്ങൾ റിസീവ് ചെയ്യാൻ? This is an equipping season. This is an equipping season. ഞാൻ പറയുന്നു, നിന്റെ എംപവറിംഗ് സീസൺ കഴിഞ്ഞു. നിന്നെ ശക്തിപ്പെടുത്തിയ സമയം കഴിഞ്ഞു. You are now empowered in Christ. You are strong in spirit. പക്ഷേ നീ ആത്മാവിൽ ശക്തനാണ്. ശ്രദ്ധിച്ചേ, നീ ആത്മാവിൽ ശക്തനാണ്. പക്ഷെ നിനക്ക് ആയുധങ്ങളുടെ കുറവുണ്ട്. നിനക്കിപ്പോൾ പ്രാർത്ഥിക്കാൻ കഴിയുന്നുണ്ട്, നിനക്ക് ആത്മാവിൽ ജാഗരിപ്പാൻ കഴിയുന്നുണ്ട്, നിനക്ക് ദർശനങ്ങളെ കാണാൻ കഴിയുന്നുണ്ട്. പക്ഷെ നിനക്ക് അടിച്ചു കയറാൻ തക്കവണ്ണം എന്തില്ല? നിനക്ക് ആയുധങ്ങളില്ല. ആമേ, you are empowered in spirit, but the next phase is you are going to be equipped in spirit. Yes, ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, എംപവേർഡ് ചെയ്യപ്പെട്ട അഭിഷക്ത സമൂഹത്വം ഇതിനകത്തുണ്ട്. ഞാൻ അവരോട് ചോദിക്കുന്നു, are you ready to be equipped with the armors of God? സർവായുധ വർഗം ധരിച്ച് പിശാചിനോട് എതിർത്ത് നിൽപ്പാൻ ഇതിനകത്ത് കൊതിയുള്ളവരുണ്ടോ? ഒരു മിനിറ്റ് അന്യഭാഷകളിൽ സംസാരിച്ചേ. Yes, the equipping phase is being opened before the church. ദൈവസഭയുടെ മുൻപാകെ ഒരു equipping phase ഓപ്പൺ ആവുകയാണ്. Yes, yes, yes. La dhana 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 dhana. കരഞ്ഞു പ്രാർത്ഥിക്കുന്ന കാലം കഴിഞ്ഞോ? പോരാടുന്ന കാലം കഴിഞ്ഞോ? വാക്കുകൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്ന, രോഗികളെ സൗഖ്യമാക്കുന്ന, ചെങ്കടലിനെ പിരിച്ച മോശയുടെ വടി പോലെ an equipping season is being opened before you. തുറന്നു വാ യേശുവിന്റെ നാമത്തിൽ. ദൈവത്തിന്റെ ആയുധശാല തുറന്നു വരുന്നു. ദൈവത്തിന്റെ ആയുധശാല തുറന്നു വരുന്നു. ചിലരുടെ മേൽ ദൈവത്തിന്റെ ആയുധങ്ങൾ കൈമാറുന്നു. ഓ ദൈവത്തിന് ദേശത്തിൽ ചില പ്രവർത്തികൾ ചെയ്യാനുണ്ട്. ദൈവത്തിന് ദേശത്തിൽ ചില പ്രവർത്തികൾ ചെയ്യാനുണ്ട്. ദൈവത്തിന് രാജ്യത്തിൽ ചില പ്രവർത്തികൾ ചെയ്യാനുണ്ട്. അത് നിന്നിൽ കൂടെ ദൈവം ചെയ്യോ, നിന്റെ തലമുറകളിൽ കൂടെ ദൈവം ചെയ്യോ. അതിന് തക്കവണ്ണോ ദൈവം ആയുധശാല തുറക്കുകയാണ്. ഓ എക്വിപ്പ്. I shall be equipped. I shall be equipped. വായ് തുറന്ന് പറഞ്ഞേ, I shall be equipped. ഞാൻ ആയുധം ധരിക്കും, ഞാൻ ആയുധം ധരിക്കും, ഞാൻ ആയുധം ധരിക്കും. ഈ ഉപവാസ പ്രാർത്ഥനകൾ കരയാനുള്ളതല്ല കേട്ടോ. ഈ ഉപവാസ പ്രാർത്ഥനകൾ വിടുതൽ മേടിക്കാനുള്ളതല്ല കേട്ടോ. ഈ ഉപവാസ പ്രാർത്ഥനകൾ എന്തെങ്കിലും ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ കാച്ചിലിന്റെയും ചെമ്പിന്റെ ഉപവാസമല്ല. ഈ ഉപവാസ പ്രാർത്ഥന ആയുധ കൈമാറ്റത്തിന്റെ ഉപവാസ പ്രാർത്ഥനയാ. You shall be equipped with the armors of God. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിൽ ശക്തിപ്പെടുവേ. പിശാചിനോട് എതിർത്തു നിൽക്കേണ്ടതിന് അവന്റെ സർവായുധ വർഗ ധരിച്ചുകൊള്ളുവേ. ദുർദിവസങ്ങളിൽ എതിർത്ത് നിൽപ്പാൻ നീ അവന്റെ ആയുധവർഗം എടുത്തുകൊള്ളുവേ. Somebody is going to be empowered. Then the remaining portion, they are going to be equipped. ശക്തി പോരാ, ആയുധങ്ങളുടെ വേണം. ശക്തി പോരാ, ആയുധങ്ങളുടെ വേണോ? ശക്തി പോരാ, ആയുധങ്ങളുടെ വേണോ? ശക്തി പോരാ, ആയുധങ്ങളുടെ വേണോ? പ്രമാജനം പ്രമാർത്ഥാനിയ ലഗഡഗഡഗഡഗഡഗ സംപ്രഭാജനാദിനി പ്രമനോ ജഗാദല പ്രവർത്താനിയ ലഗഡഗഡഗസ്യം പ്രഭാജനാദര അതിന ഹഡഗഡഗഡഗ ശമം പ്രവർത്താനിയ രമന കലാസിയ പ്രമോന ഹഡഗധനാജന പ്രമന സന്ദരാജനാദര റന്ധനവനഃ സപ്തരാദിയ ലേഖാരമഃ സന്ദരാദിയ. രഹബോത്തിലിരിക്കുന്ന നല്ലൊരു ശതമാനം ദൈവമക്കളും ഒരു വിടുതലിന് വേണ്ടി കൊതിക്കുന്നവരല്ല. കാരണം പ്രാർത്ഥനയിൽ അവർ വിടുതലിനെ പ്രാപിച്ചവരാണ്. പകരം
രഹോബോത്തിലെ ദൈവമക്കളിൽ ഏറിയ പങ്കും ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയാമോ? ഒരു സ്പിരിച്വൽ അപ്ഗ്രഡേഷൻ ആഗ്രഹിക്കുന്നവരാണ്. ഇന്ന് പകൽ ആമേൻ, എനിക്കൊരു വിടുതലല്ല, അതിനപ്പുറം ഒരു സ്പിരിച്വൽ അപ്ഗ്രഡേഷൻ ആണ് എൻ്റെ ആവശ്യകതയെന്ന് ഉറപ്പുള്ളവർ മാത്രം ഒരു നിമിഷം സ്തോത്രം പറഞ്ഞ് ദൈവത്തിന് സ്തുതി കൊടുത്താട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീസസ്. ദൈവം കഴുതയുടെ വായി തുറന്ന് ദൈവം ഇപ്പൊ എന്താ തുറക്കുന്നതെന്നറിയാമോ? ആയുധശാല തുറക്കുകയാ. ആമേൻ. ഞാൻ ആ ആയുധശാല തുറക്കുമ്പോ എവിടെ കാണും? ഞാൻ ആയുധശാല തുറക്കുമ്പോ എവിടെ കാണും? അപ്പുറത്തെ പറമ്പി റബ്ബർ ഷീറ്റ് എണ്ണിക്കൊണ്ടിരിക്കുക. ഒട്ടുകറ വെട്ടുകാരൻ ഒരു ഉത്തരവാദിത്വം ഇല്ല. ഒട്ടുകറ എല്ലാം താഴെ ഇട്ടിട്ട് പോയി. തമ്പുരാൻ ആയുധശാല തുറന്നപ്പോൾ ഞാൻ ഒട്ടുകറ പറക്കുകയായിരുന്നു. ആമേൻ. ആണോ? അല്ല. തമ്പുരാൻ ആയുധശാല തുറക്കുമ്പോൾ ഞാൻ അതിന്റെ വാതിൽക്കൽ ഫസ്റ്റ് ഇൻ ദ ക്യൂ. ആമേൻ. ഫസ്റ്റ് ഇൻ ദ ക്യൂ. ഈ ഉപവാസ പ്രാർത്ഥനയിൽ എത്ര പേർ പറയുന്നു, ഈ ഉപവാസ പ്രാർത്ഥനകൾ എനിക്ക് ഒട്ടുകറ പറക്കാനുള്ളതല്ല, പകരം എനിക്ക് ആയുധം ധരിപ്പാനുള്ളതാണ്. ഹോവ തന്റെ ആയുധശാല തുറന്നു തന്റെ ക്രോധത്തിന്റെ ആയുധങ്ങളുമായി ഇറങ്ങി വന്നിരിക്കുന്നു. കാരണം ദൈവത്തിന് ബാബിലോണിൽ ഒരു പ്രവൃത്തി ചെയ്യാനുണ്ട്. സ്തോത്രം. ഞാൻ അവസാന ഭാഗങ്ങളിലേക്ക് കയറുകയാണ്. യെഹെസ്കേൽ പ്രവചനം 37-ാം അധ്യായം. നമുക്കറിയാം യെഹെസ്കേൽ പ്രവചനം 37-ാം അധ്യായം അസ്ഥികളുടെ താഴ്വരയിൽ കൂടെ പ്രവാചകനെ ചുറ്റി 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 നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അസ്ഥികളുടെ താഴ്വരയിൽ ചുറ്റി ചുറ്റി നടക്കുന്ന പ്രവാചകൻ അസ്ഥികളെ നോക്കി പ്രവചിച്ചു. അസ്ഥികൾ എന്തായി തീർന്നു? ഒരു സൈന്യമായി തീർന്നു. ഇതൊക്കെ ദാർശനികമാണ്. എന്നാൽ 37-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ 37-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: അതുകൊണ്ട് നീ പ്രവചിച്ച് അവരോട് പറയേണ്ടത് എന്തെന്നാൽ, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, എൻ്റെ ജനമേ, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റി ഇസ്രായേൽ ദേശത്തേക്ക് കൊണ്ടുപോകുക. ഇന്ന് പകൽക്കാല ദൈവം ശവക്കുഴികളെ തുറക്കുകയാണ്. ആമേൻ. ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളുടെ ശവക്കുഴിയിൽ നിന്ന് നിങ്ങളെ കയറ്റി ഞാൻ നിങ്ങളെ നിങ്ങളുടെ വാഗ്ദത്തത്തിലേക്ക് കൊണ്ടുപോകുക. ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ അവരുടെ വാഗ്ദത്തത്തിന്റെ മണ്ണ്. കൽദയ ദേശത്തിൽ അവരിപ്പോൾ വീണ് കിടക്കുമ്പോൾ കെബാർ നദീതീരത്ത് ദർശനങ്ങളിൽ വിവശതയിലായ യെഹെസ്കേലിന്റെ അടുക്കൽ പറയുകയാണ്, കൽദയ പ്രവാസത്തിൽ ബാബിലോണിൽ അടിമയായി പോയ ഇസ്രായേലിനോട് നീ വിളിച്ചു പറയണോ, കൽദയ ദേശത്ത് നിന്നെ ഒരു ശവക്കുഴിയിൽ കുഴിച്ചിട്ടതുപോലെ ഇട്ടിരിക്കുക. ഇരുമ്പ് കലപ്പകൾ കെട്ടിയ ആനകളെ കൊണ്ട് യെരൂശലേമിന്റെ മണ്ണിനെ ഉഴുതുമറിച്ച് ശലോമോൻ പണിത ദൈവാലയത്തിന്റെ മതിലുകളിൽ അടിച്ചു ചേർത്തിരുന്നതായ സ്വർണങ്ങൾ വലിച്ചു പറിച്ച് നെബൂഖദ്നേസർ എടുത്തുകൊണ്ടുപോയി ആലയത്തിലെ ഉപകരണങ്ങളെ അവൻ തന്റെ ശിനാർ ദേശത്തിൽ കൊണ്ടുപോയി പൂട്ടിവെക്കുമ്പോൾ യഹൂദൻ ഇനി ഒരിക്കലും യെരൂശലേമിലേക്ക് മടങ്ങി വരത്തില്ലെന്ന്, യഹൂദൻ എന്ന ജാതി ഇവിടെ അവസാനിച്ചെന്ന്, ഇസ്രായേൽ എന്ന രാഷ്ട്രം ഇവിടെ അവസാനിച്ചെന്ന്, ബാബിലോൺ ഇവന്റെ ശവക്കുഴിയാണെന്ന്, ഇവിടെ ശ്രദ്ധിച്ചേ, ബാബിലോൺ ഇവന്റെ ശവക്കുഴിയാണെന്ന് നെബൂഖദ്നേസർ പറഞ്ഞ ഇടത്ത് സ്വർഗം പറയുക, നെബൂഖദ്നേസർ പറഞ്ഞു യഹൂദന്റെ ശവക്കുഴിയാണ് ബാബിലോൺ എന്ന്, ഇസ്രായേൽ ജനതയുടെ ശവക്കുഴിയാണ് ബാബിലോൺ, അവൻ ഒരിക്കലും ഇസ്രായേലിലേക്ക് മടങ്ങി വരത്തില്ലെന്ന്. പക്ഷെ സ്വർഗം പറയുക, ഞാൻ ആ ശവക്കുഴി തുറക്കും. അമേ, ഒരുത്തനെ ശവക്കുഴിയിൽ ഇപ്പോഴാ വെക്കുന്നറിയാമോ? അമേ, ഇവൻ തീർന്നെന്ന് പറയുമ്പോൾ ഇവൻ തീർന്നോ? ഇന്ന് പകൽ ഞാൻ പറയുന്നു, നീ തീർന്നെന്ന് പറഞ്ഞ് നിനക്ക് മുൻപാകെ ശവക്കുഴി കുത്തി നിന്നെ ഇറക്കി വെച്ച് പാട്ടും പാടി മണ്ണും മൂടിയും അതിന്റെ മണ്ടയ്ക്കൊരു തെങ്ങും തൈയും വെച്ചിട്ടവൻ പോയി. ഇന്ന് പകൽ പറയുകയാണ്, അവന്റെ തെങ്ങും തൈ വലിച്ചു പറിച്ച് എറിഞ്ഞിട്ട് സ്വർഗം നിന്റെ ശവക്കുഴി തുറന്ന് നിന്നെ അതിനകത്തുനിന്ന് പൊക്കിയെടുക്കുമെന്ന്. ഇന്ന് പകൽ നീ അവസാനിച്ചെന്ന്, നീ തീർന്നെന്ന്, നീ മുടിഞ്ഞെന്ന് ശത്രു പറഞ്ഞ ഇടത്തു നിന്ന് സ്വർഗം നിന്റെ ശവക്കുഴി മാന്തുകയാ. സ്വർഗം നിന്റെ ശവക്കുഴി മാന്തുകയാ.
ഇന്ന് പകൽ നീ തീർന്നെന്ന് പറഞ്ഞിടത്ത് ദൈവം തുറക്കുകയാ. നീ അവസാനിച്ചെന്ന് പറഞ്ഞിടത്ത് നിന്റെ കഷ്ടത നിന്റെ ബെറിയൽ സർവീസ് അല്ലായിരുന്നോ? നിന്റെ കഷ്ടത നിന്റെ സീഡിംഗ് സെറമണി ആയിരുന്നോ? ഞാൻ ആവർത്തിക്കട്ടെ, ഓ നിന്റെ കഷ്ടത നിന്റെ അപമാന അത് നിന്റെ ബെറിയൽ സർവീസ് ആയിരുന്നില്ല. പകരമോ അത് നിന്റെ സോയിങ്, അത് നിന്റെ സീഡിംഗ് സെറമണി ആയിരുന്നു. യു ആർ എ സീഡ്. നീ ഒരു വിത്താണ്. മൂടാ, നീ വിതച്ചതൊരു വിത്തിനെയാണ്. ഇന്ന് പകൽ നിന്നെ മൂടിക്കെട്ടിയ ശത്രുവിനെ നോക്കി പറ, മൂടാ, നീ വിതച്ചത് ഒരു വിത്തിനെയാണ്. കള്ളക്കഥയുടെ ശവക്കുഴിക്കകത്ത്, അപമാനത്തിന്റെ ശവക്കുഴിക്കകത്ത്, വെറുപ്പിന്റെ ശവക്കുഴിക്കകത്ത്, ആഭിചാരത്തിന്റെ ശവക്കുഴിക്കകത്ത് നീ അവിടെ കിടന്ന് ദ്രവിക്കുമെന്ന് പറഞ്ഞെടുത്ത് ദൈവം നിന്റെ ശവക്കുഴി തുറക്കും. ശവക്കുഴിക്കകത്ത് ഒരുത്തനെ വെക്കുമ്പോൾ വെക്കുന്നവനും മൂടുന്നവനും കുഴിച്ചവനുമെല്ലാം ഒരു ചിന്തയുണ്ട്. ഇതിനകത്ത് കിടന്നിവൻ അഴുകിത്തീരും, ഇതിനകത്ത് കിടന്ന് ഇവൻ അഴുകിത്തീരും. പക്ഷെ രണ്ടിലൊന്ന് സംഭവിക്കാം. ഒന്നുകിൽ നീ അഴുകിത്തീരുമെന്ന് പറഞ്ഞിടത്ത് നിന്ന് നീ മുളച്ചു വരും. ഏത് പ്ലാറ്റ്ഫോമിൽ നിന്നെ കുഴിച്ചിട്ടോ, ഏത് പ്ലോട്ടിൽ നിന്നെ കുഴിച്ചിട്ടോ അവിടെ നിന്റെ വേരുകൾ ആഴത്തിലിറങ്ങോ. നീ തല ഉയർത്തി നിൽക്കോ. ബിക്കോസ് യു ആർ എ സീഡ് ഇൻ ജീസസ് നെയിം. യെസ്, ഹലാതാനി ലഖമാനിയ. മൂഢാ, നീ വിതച്ചത് ഒരു വിത്തിനെയാണ്. നിന്നെ കുഴിച്ചിട്ട അന്ധകാര ശക്തികളെ നോക്കി പറ, നിന്നെ കുഴിച്ചിട്ട പൈശാചിക ബലങ്ങളെ നോക്കി പറ, നിന്നെ കുഴിച്ചിട്ട ആഭിചാര ശക്തികളെ നോക്കി പറ, മൂഢാ, നീ വിതച്ചത് ഒരു വിത്തിനെയാണ്. നിന്നെ വിതച്ചപ്പം ചിലര് ചിന്തിച്ചു നീ തീർന്നെന്ന്. പക്ഷെ സ്വർഗം നിന്നെ നോക്കി പറഞ്ഞു, നീ വിതച്ചു, നീ വിതയ്ക്കപ്പെട്ടു, നീ ചത്തുവെങ്കിലോ ബാക്കി പറഞ്ഞേ, ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകോ. ഇന്ന് പകൽക്കാല ചത്തവനെന്ന് പറയപ്പെട്ടവൻ, കുഴിച്ചിട്ടുമെന്ന് ആഘോഷിക്കപ്പെട്ടവൻ പറഞ്ഞാട്ടെ, വളരെ വിളവുണ്ടാകോ. ചത്തുവെങ്കിലോ വളരെ ഫലം, വളരെ വിളവ്. ഇന്ന് പകൽക്കാല കുഴിച്ചു മൂടപ്പെട്ട ശവക്കുഴിക്കകത്തു നിന്ന് നീ മുളച്ചു വരും. ഭൂമിയെ തുറന്നുവാ. Why God allowed them to bury you. നിന്നെ കുഴിച്ചിടാൻ ദൈവം എന്തിനാ അനുവദിച്ചേ? നിന്റെ മുമ്പാകെ മമ്മട്ടി വെച്ച് മണ്ണ് വെട്ടുമ്പോ തമ്പുരാൻ അറിഞ്ഞില്ലേ അത് നിന്നെ മൂടാനാണെന്ന്? എന്താ തമ്പുരാനെ ഒരക്ഷരം മിണ്ടാഞ്ഞേ? പറിച്ചെടുത്ത് നിന്നെ ആ കുഴിക്കകത്തിട്ട് മണ്ടയ്ക്ക് മണ്ണ് വാരിയിട്ട് മുകളിൽ 4 മടലും വെച്ചിട്ട് പോകുമ്പോ അപ്പായേ നീ ഇതൊന്നും കണ്ടില്ലേ? കർത്താവ് പറയാ, കുഞ്ഞെ, അവനത് ചെയ്താലേ നീ മുളയ്ക്കത്തുള്ളെന്ന് എനിക്കറിയാം. എല്ലാ ബെറിയലുകൾക്ക് സ്തോത്ര, അതെന്റെ സീഡിങ് ആയിരുന്നു. എല്ലാ ശവക്കുഴികൾക്ക് സ്തോത്ര, അതെന്റെ റൂട്ടിംഗ് ഗ്രൗണ്ട് ആയിരുന്നു. നിന്റെ ശവക്കുഴികളാണ് നിന്റെ റൂട്ടിംഗ് ഗ്രൗണ്ട്. ഏത് മണ്ണിലാണോ നിന്നെ കുഴിച്ചിട്ടത് ആ മണ്ണിലാണ് നിന്റെ വേരിറങ്ങുന്നത്. ഏത് ശവക്കുഴിയിലാണോ നിന്നെ കുഴി തോണ്ടിയിട്ടത് അതിനകത്താണ് നിന്റെ വേരിറങ്ങുന്നത്. The burial ground is the rooting ground. ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നു? The burial ground is the rooting soil. ഇന്ന് പകൽ നിന്റെ പ്രതികൂലങ്ങളെ ദൈവം അനുകൂലമാക്കി മാറ്റുന്നു.
ലരബഹസതാരിയ. പക്ഷെ അതിനടുത്ത തലമാണ് ഇവിടെ പറയുന്നത്, ഞാൻ അവന്റെ ശവക്കുഴി തുറക്കും. ഞാൻ അവന്റെ ശവക്കുഴി തുറക്കും. ഞാൻ അവന്റെ ശവക്കുഴി തുറന്നിട്ട് ഞാൻ അതിനകത്ത് നിന്ന് അവനെ വിളിച്ചു കൊണ്ടുവരും. അവന്റെ പിതാക്കന്മാരോട് വാഗ്ദത്തം ചെയ്ത ഇസ്രായേലിന്റെ മണ്ണിലേക്ക് ഞാൻ അവനെ കൊണ്ടുവരും. സംതിങ് സൂപ്പർ നാച്ചുറൽ ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഇൻ യുവർ ലൈഫ്. എത്ര പേർ വിശ്വസിക്കുന്നു? എന്റെ ശവക്കുഴി തുറക്കോ, ഞാൻ വാഗ്ദത്തത്തിലേക്ക് മടങ്ങി വരും. ഉറപ്പുള്ളവർ മാത്രം എഴുന്നേറ്റ് നിന്നാട്ടെ. ശമം പ്രവാർത്താനിയ ലഖറ്റ മഹാറാക്കറ്റാനിയ ധീരമാനഹടകശം പ്രവർത്താനി ധീലമഹസത്താരി. നീ വെറുതെ അങ്ങ് അടഞ്ഞു പോയതൊന്നുമല്ല കേട്ടോ. നിനക്കെതിരെ ചിലർ എഴുന്നേറ്റതും വെറുതെ ഒന്നുമല്ല കേട്ടോ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം ഞാൻ മുൻപ് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 5-ാം അധ്യായം അതിന്റെ 18-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. സ്തോത്രം. അസൂയ നിറഞ്ഞ് എഴുന്നേറ്റു. അസൂയ നിറഞ്ഞ് എഴുന്നേറ്റു. ചിലർ നിനക്കെതിരെ എഴുന്നേറ്റത് അസൂയ കൊണ്ടെന്ന് പറയരുത് കേട്ടോ. അസൂയ നിറഞ്ഞു. നിറയുന്നിടം വരെ എന്തോ ചെയ്യുമായിരുന്നു? ഇരിക്കുമായിരുന്നു. നിറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? ഇരിക്കാൻ പറ്റുന്നില്ല. നിനക്കെതിരെ ചിലർ എഴുന്നേറ്റത് അവന്റെ മാക്സിമം ത്രഷോൾഡിലെത്തിയിട്ട. ജീസസ് അപ്പോസ്തലന്മാരെ പിടിച്ചു, പൊതു തടവിലാക്കി. ഞാൻ എപ്പോഴും പറയുന്ന ഭാഗമാ, പിടിച്ചത് സാധാരണക്കാരെയല്ല, പിടിച്ചത് അപ്പോസ്തലന്മാരെ. അഭിഷേകമുള്ളവനെയോ, നിയോഗമുള്ളവനെയോ, കൃപയുള്ളവനെയോ, വിശുദ്ധിയുള്ളവനെയോ, നിയോഗമുള്ളവനെയോ. അസൂയ നിറഞ്ഞവർ എഴുന്നേറ്റാൽ ഒരു സമയത്തേക്ക് അപ്പോസ്തലന്മാർ പോലും ഒരുപക്ഷെ എന്ത് ചെയ്യപ്പെട്ടേക്കാം? തടവിലായേക്കാം. ആമേൻ. തടവിൽ ആക്കി. നിനക്കെതിരെയുള്ള ചില ഇൻഡിഗ്നേഷനുകൾ, നിനക്കെതിരെയുള്ള ചില വെറുപ്പുകൾ, നിനക്കെതിരെയുള്ള ചില വൈരാഗ്യങ്ങൾ, നിന്റെ ഉയർച്ചക്കെതിരെയുള്ള ചില അസൂയകൾ, നിന്റെ നന്മയ്ക്കെതിരെയുള്ള ചില അസൂയകൾ, അതിപ്പോൾ നിന്നെ എവിടെ കൊണ്ടുപോയിട്ടെന്നറിയാവോ? നിന്നെ ഒരു തടവിലാക്കി. നിന്നെ ഒരു തടവിലാക്കി. ഒരു കോമൺ പ്രസൻ. പലരും കടന്നു പോകുന്ന പാത, പലരും നേരിടുന്ന പാത. പക്ഷെ അതിന്റെ 19-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ആമേൻ. രാത്രിയിലോ കർത്താവിന്റെ ദൂതൻ കാരാഗ്രഹവാതിൽ തുറന്നു. എൻ്റെ സഹോദരങ്ങളെ, 7-ാം വാക്യത്തിലേക്ക് വരും. 17-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുകയാണ്, മഹാപുരോഹിതനും സദൂക്യരായ അവന്റെ പക്ഷക്കാരൊക്കെയും. സദൂക്യരെന്താ പറയുന്നതെന്നറിയാമോ? ദൂതനുമില്ല, പുനരുദ്ധാനവും ഇല്ല. ദൂതനുമില്ല, പുനരുദ്ധാനവും ഇല്ല. ദൂതനില്ലെന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഇറങ്ങി എന്തോ ചെയ്തെന്നറിയാമോ? അപ്പോസ്തലന്മാരെ പിടിച്ച് കെട്ടി, അവരെ തടവിലാക്കി. അവരേതൊരു സാധനം ഇല്ലെന്ന് പറയുന്നോ അതേ ആളിനെ വിട്ടിട്ട്, ഏതൊരാളില്ലെന്ന് പറഞ്ഞോ അതേ ആളിനെ വിട്ടിട്ട് ദൈവം എന്തോ ഇതെന്നറിയാമോ? അവന് വേണ്ടി ചിലതിനെ തുറന്നു. ഇന്ന് പകൽക്കാലം നിനക്ക് വേണ്ടി ആരുമില്ലെന്ന് അവൻ പറയുന്നുണ്ടല്ലോ. നിനക്ക് വേണ്ടി ആരും ഇറങ്ങത്തില്ലെന്ന് അവൻ പറയുന്നുണ്ടല്ലോ. പക്ഷേ സദൂക്യരായ അവന്റെ പക്ഷക്കാരൊക്കെയും പറഞ്ഞത് എന്താണെന്നറിയാമോ? അവനെ പൂട്ടി ആരും വരത്തില്ലെന്ന്, നിന്നെ പൂട്ടി ആരും വരത്തില്ലെന്ന്. അമ്മേ, സദൂക്യര് പറയുന്നു ദൂതനില്ലെന്ന്. എടാ സദൂക്യ, നീ പറഞ്ഞു ദൂതനില്ലെന്ന്. എന്നാ ഞാൻ ചോദിക്കുക, അവരെ രാത്രി തുറന്നിറക്കിക്കൊണ്ട് പോയത് ആരാ? അമ്മേ, നീ ഉത്തരം മുട്ടി കൊഞ്ഞനം കുത്തത്തേ ഉള്ളൂ. കാരണം എന്റെ ദൈവം നിനക്ക് വിശ്വസിക്കാനും അംഗീകരിക്കാനും നിന്റെ ബുദ്ധിക്ക്, നിന്റെ ഫിലോസഫിക്ക് സമ്മതിക്കാൻ കഴിയാത്ത അളവിൽ ദൈവം ചിലതിനെ തുറക്കും.